जगच्चेतारं सच्चिदानन्दविग्रहं सदा सुस्मेरवदनं बालकृष्णं नमाम्यहं। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडकं वार्तिककारमन्यान् अस्मद्गुरून् സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. മലയാളം പുസ്തകത്തിലെ 29ാമത്തെ പദ്യം മുതലാണ് നമുക്കിന്ന് വായിക്കാനുള്ളത്. 29. തണ്ട് കുടയാളരായി ശാതുരംഗ പേരരശായി തൊണ്ടർ കുഴാമ്പോറ്റ സുഖിത്താലും ഉണ്ട് ശുദ്ധർ ഭോഗത്താരോ ഷുടർപോർ പൊയ് ഭോഗ മെയ് പെരുക്കായി ഷാഹപ്പോവാർ കടൻ തീർത്തൽ. തണ്ട് കുടയാളർ ആയി ശാതുരംഗ പേരരശായി. തണ്ട് കുടൈ. തണ്ട് എന്ന് പറഞ്ഞാൽ ഈ പല്ലക്ക് തൂക്കുന്ന ആൾക്കാർ ഇടയ്ക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ താഴെ ഒരു കമ്പ് പോലെ അതിൻ്റെ പുറത്താണ് ഈ പല്ലക്ക് ചലിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ ഭാരം അവർ ഇറക്കി വെക്കുന്നത്. അതിനെയാണ് തണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പല്ലക്ക് അതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ തണ്ട്. അപ്പോൾ ആ പ്രഭുക്കന്മാർ, രാജാക്കന്മാർ ഇവരൊക്കെയാണ് പല്ലക്കിൽ സഞ്ചരിക്കുന്നത്. കുടൈ എന്ന് പറഞ്ഞാൽ വെൺകൊറ്റക്കുട. അതും ചക്രവർത്തിയുടെ ചിഹ്നമാണ്. കുട, തഴ, ചാമരം. അതിൽ ആ തഴയുടെ അർത്ഥം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ പറയുക. തണ്ട് കുടയാളർ, പല്ലക്ക്, വെൺകൊറ്റക്കുട തുടങ്ങിയ രാജചിഹ്നങ്ങളോടുകൂടി ആയി ശാതുരംഗ പേരരശായി. ശാതുരംഗ എന്ന് പറഞ്ഞാൽ ചതുരംഗ സൈന്യത്തോടു കൂടിയ ചക്രവർത്തിയായി. പേരരശ് എന്ന് പറഞ്ഞാൽ ചക്രവർത്തി. അരശൻ അല്ലെങ്കിൽ അരശൻ രാജാവ്. പേരരശൻ എന്ന് പറഞ്ഞാൽ വലിയ രാജാവ് അഥവാ ചക്രവർത്തി. പേരാൽ എന്നുള്ള വാക്ക് എങ്ങനെയാ മലയാളത്തിൽ വന്നത്? പെരിയ ആൽ, വ്യാപിച്ചു കിടക്കുന്ന വലിയ ഒരു ഏരിയ മുഴുവൻ പടർന്നു നിൽക്കുന്ന ആല്, അതാണ് പേരാൽ. നമുക്ക് അരയാലും പേരാലും ഉണ്ട്. ശാതുരംഗ പേരരശായി, ചതുരംഗ സൈന്യത്തോടു കൂടിയ ചക്രവർത്തിയായി. തൊണ്ടർ കുഴാം പോറ്റ. തൊണ്ടർ എന്ന് പറഞ്ഞാൽ ആശ്രിതർ, സേവകന്മാർ, പ്രജകൾ. അവരൊക്കെ അവരുടെ ഒരു കൂട്ടം, ഒരു സമൂഹം തന്നെ സ്തുതിക്കാനായി എപ്പോഴും തൻ്റെ അടുത്തുണ്ട്. ചക്രവർത്തിക്ക് എപ്പോഴും കുറെ സ്തുതിപാഠകന്മാരുണ്ടാവും. സൈക്കോഫൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. രാജാവിനെ എപ്പോഴും ജയ് വിളിക്കാൻ വേണ്ടി. നമ്മുടെ മന്ത്രിമാർക്ക് ജയ് വിളിക്കാൻ കുറെ അണികൾ എപ്പോഴും കൂടെ ഉണ്ടാവുമല്ലോ. ഇതുപോലെ രാജാവിന് എപ്പോഴും ജയ് പറയാൻ വേണ്ടി ഒരു വലിയ സമൂഹം തന്നെ അദ്ദേഹത്തിന്റെ ചുറ്റും ഉണ്ടാവും. തൊണ്ടർ എന്നുള്ളതിന് ശരിക്കും തൊണ്ടൻ എന്ന് പറഞ്ഞാൽ ഭക്തൻ എന്നാണ് ശരിക്കും തമിഴിൽ അർത്ഥം. ഇവിടെ ആശ്രിതൻ, സേവകന്മാർ, ഭൃത്യന്മാർ എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. തൊണ്ടർ കുഴാം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ ഒരു വലിയ സമൂഹം. പോറ്റ, സ്തുതിക്കാനുണ്ട്. അവർ സ്തുതിക്കവേ സുഖിത്താലും. ആരുടെ കാര്യമായി പറയുന്നത്? ചക്രവർത്തിയുടെ കാര്യമല്ല. ഒരു ആത്മജ്ഞാനി ബാഹ്യമായി ചക്രവർത്തി സിംഹാസനത്തിൽ അല്ലെങ്കിൽ രാജസിംഹാസനത്തിൽ ഇരുന്നാലും, അങ്ങനെയുള്ള ചക്രവർത്തിമാര് നമ്മുടെ ഭാരത ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ആദ്യം പറയാൻ പറ്റുന്ന പേര് ജനകൻ. ജനകാദയ എന്നാണ് കൃഷ്ണൻ ഗീതയിൽ പറയുന്നത്. ജനകനെ പോലെയുള്ളവർ ഈ സത്യം മനസ്സിലാക്കി രാജ്യഭരണം വരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. പിന്നെയാണോ ഒരു സാധാരണക്കാരന് തൻ്റെ കുടുംബം പോറ്റാൻ വയ്യാതെ വരിക? അപ്പൊ ഈ അധ്യാത്മവിദ്യ ചക്രവർത്തിമാർക്കുള്ളതാണ്. ഇതിന് പറയുന്ന പേര് രാജവിദ്യ എന്നാണ്. രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം. പവിത്രമാണ് ഈ രാജവിദ്യ എന്ന് പറഞ്ഞാൽ അധ്യാത്മവിദ്യ. രാജവിദ്യ എന്നുള്ളതിന് സംസ്കൃതത്തിൽ രണ്ടർത്ഥം പറയാം. ഒന്ന്, വിദ്യകളുടെയൊക്കെ രാജാവ്. വേറൊരർത്ഥം എന്താ? രാജാക്കന്മാർ പരിശീലിച്ചിരുന്ന വിദ്യ. ഭരണം സുഗമമായി കൊണ്ടു നടത്താൻ ഈ അധ്യാത്മജ്ഞാനത്തിന്റെ അടിത്തറ ഉണ്ടായേ പറ്റൂ.
ഈ അധ്യാത്മശാസ്ത്രം ഈ സന്യാസിമാർക്ക് ആശ്രമങ്ങളിൽ മാത്രമാണ് അതിൻ്റെ പ്രായോഗികത എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഏത് വർണ്ണത്തിലുള്ളവർക്കും ഏത് ആശ്രമത്തിലുള്ളവർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഈ അധ്യാത്മവിദ്യ. എന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചാൽ സത്യമാണത്. സത്യത്തെ വിട്ടിട്ട് അസത്യത്തിൽ കഴിഞ്ഞാൽ ആ ജീവിതം എങ്ങനെ ശോഭിക്കും? നമുക്ക് ശ്വസിക്കാൻ വായു എത്ര കണ്ട് അത്യാവശ്യമാണോ അതുപോലെയാണ് ഈ ലോകത്തിലോ വേറെ ഏതെങ്കിലും ലോകത്തിലോ ജീവിക്കാൻ അധ്യാത്മവിദ്യ. ഇന്ന ജാതിക്കാരനെ വായു ആവശ്യമുള്ളൂ, ഇല്ലെങ്കിൽ ആണുങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കുട്ടികൾക്ക് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമേ വായു ആവശ്യമുള്ളൂ, ജലം ആവശ്യമുള്ളൂ, സൂര്യപ്രകാശം ആവശ്യമുള്ളൂ എന്നാരെങ്കിലും പറയുമോ? എല്ലാവർക്കും വേണം. നിലനിൽക്കാൻ ഇത് ഇല്ലാതെ പറ്റില്ല. ഇതുപോലെ ബുദ്ധിയെയും മനസ്സിനെയും ഉദാത്തമാക്കി നിർത്തുവാൻ, കർമ്മരംഗത്ത് ഉണ്ടാകുന്ന വൈഷമ്യങ്ങൾ പരിഹരിക്കാൻ ഈ അധ്യാത്മവിദ്യ മാത്രമേ നമ്മുടെ സഹായത്തിനുള്ളൂ. വേറെ ഒന്നും ഈ കർമ്മരംഗത്തിലുള്ള ബുദ്ധിമുട്ടിനെ പരിഹരിക്കാൻ ഉള്ള കഴിവില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ആവശ്യമാണ് ഈ അധ്യാത്മ ജ്ഞാനം. സിദ്ധാന്തപരമായിട്ടെങ്കിലും അത് ഉള്ളിലുണ്ടാവണം. അനുഭവം പിന്നെ ആയിക്കൊള്ളട്ടെ. എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ പരമസത്യം? എന്താണ് മനുഷ്യൻ ജീവിതത്തിൽ അന്തിമമായി നേടേണ്ടത്? മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശ്യം, ലക്ഷ്യം, പ്രയോജനം എന്തായിരിക്കണം? ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴുള്ള ഈ ലോകത്തുള്ള, അതായത് 21-ാം നൂറ്റാണ്ടിലുള്ള സർവ പ്രശ്നങ്ങൾക്കും കാരണം ഈ അറിവില്ലായ്മയാണ്. അറിവില്ലായ്മ എപ്പോഴും മനുഷ്യനെ ദുഃഖത്തിലേക്ക് മാത്രമേ നയിക്കൂ. തൊണ്ടർ കുഴാം പോറ്റ ഒരു സ്തുതിപാഠക വൃന്ദം, സ്തുതിക്കാൻ ഒരു കൂട്ടം ആളുകൾ ചുറ്റും ഉണ്ട്, അവർ സ്തുതിക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു ചക്രവർത്തിയായി കഴിഞ്ഞാലും ഒരു ജ്ഞാനി സിംഹാസനത്തിൽ ഇരിക്കരുത് എന്ന് പറയരുത്. ജ്ഞാനിക്ക് എവിടെ ഇരിക്കാം, പക്ഷെ ഒരിടത്തും അയാൾ മനസ്സുകൊണ്ട് ഈ ബാഹ്യ സുഖങ്ങളിൽ ഒട്ടിപ്പോകുന്നില്ല. അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. ഒട്ടാതെ ഇരിക്കുക. താമരയിലയിൽ വെള്ളം പറ്റി നിൽക്കുന്നത് പോലെ. വെള്ളം എവിടെയാ നിൽക്കുന്നത്? താമരയിലയിൽ. താമരയിലയിൽ നിന്ന് അത് അകന്നു പോകുന്നില്ല. പക്ഷെ താമരയിലയുമായി അതിനൊരു ഒട്ടലില്ല, നിർമ്മലമാണ്. ആ വെള്ളം മുത്തുമണി പോലെ തിരിച്ച് കുളത്തിലേക്ക് മടങ്ങിപ്പോകും. ജലത്തിന്റെ ഒരു നേരിയ നനവ് പോലും ആ താമരയിലയിൽ ഉണ്ടാവില്ല. ഇതാണ് നിസ്സംഗതയ്ക്ക് ഉദാഹരണമായിട്ട് പറയുന്നത്. നമുക്ക് താമരയില എന്ന് പറയാം, അല്ലെങ്കിൽ ചേമ്പിലയിൽ വെള്ളം വീണാലും നനവൊന്നും ഉണ്ടാവില്ല. കാരണം ആ ഇലയുടെ പുറത്ത് ഒരു കോട്ടിംഗ് ഉണ്ട്, അത് ഒന്നുകൊണ്ടും നനയ്ക്കപ്പെടില്ല. അതാണ് താമരയിലെയും വെള്ളവും പോലെ കഴിയണം, താമരയിലെയും വെള്ളവും പോലെ കഴിയണം. ആൾക്കാരിത് കേൾക്കുമ്പോൾ അവർക്കൊരു വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് എപ്പോഴും നനച്ചുകൊണ്ടിരിക്കണം, ഒട്ടി പിടിക്കണം. ഇതാണ് ആൾക്കാരുടെ ഒരു വിചാരം. ആ ഒട്ടലാണ് അവരുടെ ദുഃഖത്തിന് കാരണമായി തീരുന്നത്. ഇത് മനസ്സിലാക്കുന്നില്ല. ബന്ധം ഒട്ടൽ. അപ്പൊ ഇങ്ങനെ രാജസുഖങ്ങൾ അനുഭവിച്ചാലും സുഖിത്താലും എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഈ ലോകത്തുള്ള സമൃദ്ധിയുടെ പാരമ്യതയിൽ കഴിഞ്ഞാലും ശുദ്ധർ ഉണ്ട് ഭോഗത്താരോ, ശുദ്ധർ ഭോഗത്താരോ. അതിനെ നമ്മൾ തിരിച്ചാണ് അർത്ഥം പറയുക. ശുദ്ധർ ഉണ്ട് ഭോഗത്താരോ. ശുദ്ധർ എന്ന് പറഞ്ഞാൽ ശുദ്ധർ, മലയാളത്തിലെ ശുദ്ധർ തന്നെ, നിർമ്മല ഹൃദയമുള്ളവർ. ആരുടെ ഹൃദയമാണ് നിർമ്മലം? സംഘമില്ലാത്തവരുടെ ഹൃദയമാണ് നിർമ്മലം. ഹൃദയത്തിലുള്ള അഴുക്ക് എന്ന് പറയുന്നത് ഈ സംഘം മാത്രമാണ്. ഈ കാമം, ക്രോധം, ലോഭം, മോഹം തുടങ്ങിയ ദുർഗുണങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ സംഘം കൊണ്ടുവരുന്നതാണ്. ഈ സംഘത്തെ വിട്ടാൽ എല്ലാം മംഗളമായി. പക്ഷെ ഇത് മാത്രം മനുഷ്യന് വിടാൻ കഴിയുന്നില്ല. ശുദ്ധർ ഉണ്ട്. ഈ സാത്വികന്മാർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അനുഭവിച്ച്, ഉണ്ണുക എന്നുള്ളതിന് ആഹാരം കഴിക്കുക എന്നും അനുഭവിക്കുക എന്നും അർത്ഥമുണ്ട്. സംസ്കൃതത്തില് ഭുനക്തി എന്നാണ് പറയുന്നത്. അനുഭവിക്കുക, ആഹാരം കഴിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ ഈ സാത്വികന്മാർ, നിസ്സംഗരായ ജ്ഞാനികൾ ഒരു ചക്രവർത്തി പദത്തിൽ കഴിഞ്ഞാലും ആ സുഖങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്നാലും ഭോഗത്താരോ, ഭോഗാസക്തരായി തീരുമോ? ഇല്ല എന്നാണ്. സാധാരണ ഈ സുഖങ്ങൾ അനുഭവിക്കും തോറും മനുഷ്യ മനസ്സ് ആ സുഖങ്ങളിൽ സംഘബദ്ധമായി തീരും. വീണ്ടും ആ സുഖം അനുഭവിക്കണം എന്നൊരു തൃഷ്ണ അവരുടെ ഉള്ളിൽ ഉണ്ടാവും.
പക്ഷെ സത്യമറിഞ്ഞ മഹാത്മാക്കൾക്ക് സുഖം അനുഭവിച്ചാലും അതിൽ ഒരു തൃഷ്ണയുണ്ടാവില്ല. അതുകൊണ്ട് അവരുടെ സ്ഥിതി വളരെ ഭദ്രമാണ്. അജ്ഞാനികളോട് ഈ വിഷയസുഖങ്ങളിലേക്ക് പോകരുത്, അത് അനുഭവിക്കരുത്, കഴിയുന്നത് അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ള താക്കീത് നൽകുന്നത് സുഖത്തിനടിമയായി പോവും, സുഖാസക്തി ഉള്ളിൽ വന്നു പോകും, ആ വാസന ഉള്ളിൽ സഞ്ചയിക്കും എന്നുള്ളത് കൊണ്ടാണ്. ജ്ഞാനിക്ക് ആ പ്രശ്നമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും നിസ്സംഗമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് സുഖം അനുഭവിച്ചാലും അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ അവരെ എന്താ പറയുന്നത്, പൂർണ്ണ സ്വതന്ത്രരാണ്. ഒന്നും അവരെ ബന്ധിക്കുന്നില്ല, ഒന്നാലും അവരുടെ മനസ്സ് ആകർഷിക്കപ്പെടുന്നില്ല. അപ്പൊ അവർ ഇങ്ങനെയൊക്കെ ആയാലും ഭോഗാസക്തരായി തീരുമോ? ഇല്ല. ഏതുപോലെയാ അവരുടെ സ്ഥിതി? ഷുഡർ പോൽ. ഷുഡർ എന്ന് പറഞ്ഞാൽ ദീപനാളം, ജ്വാല. ദീപനാളം പോലെയാണ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നു. ദീപനാളത്തിലാണെങ്കിലും കുറച്ചെങ്കിലും കരിയോ അഴുക്കോ ഒക്കെ ഉണ്ടാവും. ഈ ആത്മപ്രകാശത്തിൽ അഴുക്കേയില്ല, നിർമ്മലമായ പ്രകാശമാണ്. കാരണം അത് ഏതെങ്കിലും ഒരു ഇന്ധനത്തിന്റെ സഹായത്തോടുകൂടി ജ്വലിക്കുന്നതല്ല. ഈ അഴുക്ക്, കരി ഇതെപ്പോഴാണ് ഉണ്ടാകുന്നത്? ഏതെങ്കിലും ഒരു ഇന്ധനം, അത് പെട്രോളോ ഡീസലോ മണ്ണെണ്ണയോ വിറകോ വെറും സാധാരണ എണ്ണയോ, ഇതൊക്കെ കത്തുമ്പോഴാണ് കരി ഉണ്ടാവുന്നത്. ഇന്ധനത്തിന്റെ സഹായമില്ലാതെ സ്വയം പ്രകാശമായി എന്നും ജ്വലിച്ചു നിൽക്കുന്ന സത്യമാണ് ഈ ആത്മാവ്. അതുകൊണ്ട് അവർ ഈ ആത്മാവാണ് താനെന്ന് സാക്ഷാത്കരിച്ചത് കൊണ്ട് ജ്ഞാനികൾ എന്നും പരിശുദ്ധരാണ്. ഷുഡർ പോൽ പൊയ് ഭോഗം മെയ് പെരുക്കായി. പൊയ് ഭോഗം എന്ന് പറഞ്ഞാൽ മിഥ്യാസുഖം. ഈ സുഖങ്ങൾ കേവലം സ്വപ്നതുല്യമാണ്, ഇത് വാസ്തവത്തിലുള്ളതല്ല. ഇതിൻ്റെ പൊള്ളത്തരം ജ്ഞാനികൾക്ക് മനസ്സിലാകുമ്പോൾ ഈ വിഷയസുഖങ്ങൾ തന്നെ ആത്മസുഖമായി പരിണമിക്കും. ജ്ഞാനി എന്ത് സുഖം അനുഭവിച്ചാലും, ഇന്ദ്രിയതലത്തിലോ മനസ്തലത്തിലോ ബുദ്ധിതലത്തിലോ ശരീരതലത്തിലോ എന്ത് സുഖം അദ്ദേഹം അനുഭവിച്ചാലും അദ്ദേഹം അനുഭവിക്കുന്നത് ആത്മസുഖത്തിനെയാണ് എന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് വിഷയങ്ങളിൽ കുടുങ്ങിപ്പോവില്ല. അജ്ഞാനികളുടെ സുഖാനുഭവം ഇങ്ങനെയല്ല. അവർ പുറമേ ഒന്നിനെ ആശ്രയിച്ച് സുഖിക്കുന്നു, ആ സുഖം ബാഹ്യ വിഷയത്തിൽ നിന്ന് കിട്ടുന്നതാണ് എന്ന് തെറ്റായി മനസ്സിലാക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ആ സുഖം നേടാൻ ബാഹ്യ വിഷയങ്ങളെ ആശ്രയിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് വിഷയങ്ങൾക്ക് മനുഷ്യ മനസ്സ് അടിമയായിത്തീരുന്നത്. അങ്ങനെയുള്ള ഒരു ദോഷം ജ്ഞാനി മനസ്സിനില്ല. പൊയ് ഭോഗം, മിഥ്യാസുഖം, ഐന്ദ്രിയ സുഖം യഥാർത്ഥത്തിൽ സുഖമേ അല്ല, സുഖത്തിന്റെ ഭ്രമം മാത്രമേ ഉള്ളൂ. എന്തൊക്കെയോ നമ്മൾ സുഖം അനുഭവിക്കുന്നു എന്ന് കരുതുന്നു, അതൊന്നും വാസ്തവത്തിലുള്ള സുഖമല്ല. ആ സുഖങ്ങളുടെ മിഥ്യാത്വം മനസ്സിലാക്കുമ്പോൾ ആ സുഖം പോലും ആത്മസുഖമാണ് എന്ന് അവർക്ക് അറിയാൻ കഴിയുന്നു. ആത്മാനന്ദമാണ് വിഷയസുഖം എന്ന പോലെ അനുഭവപ്പെടുന്നത്. ആ ആത്മസുഖം അവരുടെ ഉള്ളിലുള്ളതാണ്. അപ്പൊ എങ്ങനെ അവർ പുറം വിഷയങ്ങളുടെ പുറകെ പായും? അതുകൊണ്ടാണ് അദ്ദേഹം അന്തർമുഖനായിരിക്കുന്നത്. ഒന്നിനാലും ആകർഷിക്കപ്പെടാതെ തന്നിൽ താനായി അമർന്നു കഴിയും. അതാണ് ജ്ഞാനിയുടെ മഹത്വം. പൊയ്ഭോഗം മെയ്പ്പെരുക്കായി. മിഥ്യാസുഖങ്ങൾ, മെയ്പ്പെരുക്ക് എന്ന് പറഞ്ഞാൽ സത്യാനന്ദം, ആത്മാനന്ദം. മിഥ്യയായ സുഖങ്ങൾ ശരിയായ സുഖത്തിന് വഴിമാറിത്തരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് സുഖം അനുഭവിച്ചാലും അത് ആത്മസുഖമാണ്. തൻ്റെ തന്നെ ഉള്ളിലുള്ള സുഖം പുറത്ത് പ്രതിഫലിക്കുന്നു, അതിനെ താൻ അനുഭവിക്കുന്നു. അതുകൊണ്ട് അതിലൊരു ആകർഷണീയത തോന്നുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വാസനകൾ സഞ്ചയിക്കുന്നില്ല. മിഥ്യാസുഖങ്ങൾ സത്യാനന്ദമായി പെരുകുന്നു. മെയ് പെരുക്കായി ശാഹപ്പോവാർ കടൻ തീർത്തൽ. ശാഹപ്പോവാർ എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോകുന്നവർ. ഒരാൾ മരിക്കാൻ കിടക്കുന്നു, അയാൾ ആർക്കൊക്കെയോ കടം കൊടുത്തിട്ടുണ്ട്, ആ കടമൊക്കെ തിരിച്ചു കിട്ടുന്നു എന്ന് വിചാരിക്കും. എത്ര കൃതാർത്ഥരായിരിക്കും അങ്ങനെയുള്ള ആളുകൾ. കാരണം ആരിൽ നിന്ന് ഇനി തനിക്കൊന്നും കിട്ടാനില്ല, കൊടുത്തതൊക്കെ തിരിച്ചു വാങ്ങിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ സ്വസ്ഥമായി മരിക്കാം. കടൻ ശാഹപ്പോവാർ കടൻ തീർത്തൽ. കടം തീർത്തവർ എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട കടം കൊടുത്തു തീർത്തവർ എന്നല്ല,
തനിക്ക് കിട്ടേണ്ട കടം പിരിച്ചെടുത്തവർ, അതാണ് അർത്ഥം. കടം തീർത്താർ. കടം തീർത്തവർ മരിക്കാൻ പോകുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ആ കടമൊക്കെ തിരിച്ചു വാങ്ങിച്ചു, കണക്കൊക്കെ സെറ്റിൽ ചെയ്തു, ആരിൽ നിന്ന് ഒന്നും കിട്ടാനില്ല, സന്തോഷമായി. അങ്ങനെ ഒരാൾ വളരെ സുഖത്തോടുകൂടി മരണത്തിലേക്ക് പോകുന്നു. ഇതുപോലെ ജ്ഞാനികൾ കർമ്മഫലങ്ങളെ നിസ്സംഗമായി അനുഭവിച്ചു തീർത്ത് ശരീരം ഉപേക്ഷിക്കും. പ്രാരബ്ധത്തെ ക്ഷയിപ്പിച്ച് ഇനി സുഖവുമില്ല ദുഃഖവുമില്ല, രണ്ടും അനുഭവിച്ച് തീർത്ത് കഴിഞ്ഞു. അപ്പൊ എന്താ? കണക്ക് ശരിയാക്കി. കൊടുക്കാനുമില്ല വാങ്ങാനുമില്ല. പണ്ട് ചെയ്ത പുണ്യമോ പാപമോ ആ രണ്ട് പ്രവൃത്തികളുടെയും ഫലങ്ങളായ സുഖത്തെയും ദുഃഖത്തെയും അനുഭവിച്ച് തീർത്ത് ഒരു നാടകത്തിന്റെ ഒടുവിൽ ഒരു നടൻ തൻ്റെ വേഷം അഴിച്ചു വെക്കുന്നത് പോലെ സന്തോഷമായി അണിയറയിലേക്ക് മടങ്ങുന്നു. ഇവിടെ അണിയറ അവനവന്റെ അന്തരാത്മാവ് തന്നെയാണ്. അവിടെ നിന്ന് വേഷം കെട്ടി വന്നവനാണ് ഈ ജീവൻ. എന്തൊക്കെയോ കളിച്ചു, പല ജന്മങ്ങളും പല ശരീരങ്ങളും എടുത്ത് നാടകമാടി അവസാനം എൻ്റെ കളി ഗംഭീരമായി ഭംഗിയായി കാണികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു, ഇനി അണിയറയിലേക്ക് മടങ്ങാം. ഇങ്ങനെ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി വേണം മരണത്തെ സമീപിക്കാൻ. അതിന് ആത്മജ്ഞാനം കൂടിയേ തീരൂ. അഭിനയിച്ച് തൃപ്തി വരാത്ത ഒരു നടൻ എങ്ങനെ ഒരു ചാരിതാർത്ഥ്യത്തോടെ അണിയറയിലേക്ക് മടങ്ങും? സാധ്യമല്ലല്ലോ. അത് കളി തീർന്നു, ഗംഭീരമായി. ആ ഒരു കൃതാർത്ഥത, ഒരു തൃപ്തി, ഒരു സന്തോഷം, ഒരു നടൻ എന്ന രീതിയിൽ എൻ്റെ പെർഫോമൻസ്, എൻ്റെ ആ പ്രദർശനം വളരെ നന്നായി, ഇനിയിപ്പോൾ തിരിച്ചു പോകാം. ഇത്രയൊക്കെ ഉള്ളൂ മരണം എന്ന് പറയുന്നത്. നമ്മൾ വേണ്ടവണ്ണം മരണത്തെ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. അവിടെയാണ് കുഴപ്പം. മരണം എന്നുള്ള വാക്ക് കേട്ടാൽ തന്നെ പലരും നെറ്റി ചുളിക്കുകയാണ് ചെയ്യുന്നത്. അതെന്തോ അശുഭമായ ഒന്നാണെന്നും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ മരണത്തിൽ എന്ത് അശുഭമാണുള്ളത്? മരണം അശുഭമാണെങ്കിൽ ഈ സഞ്ചയനത്തിനും 16 അടിയന്തരത്തിനും ഒക്കെ നല്ല വിഭവസമൃദ്ധമായ ആഹാരങ്ങളൊക്കെ വിളമ്പുന്നത് എന്തിനാണ്? ഞങ്ങളുടെ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ 13 ബ്രാഹ്മണരുടെ ഇടയിൽ 13 അന്നെന്ന് പറഞ്ഞാൽ എന്താ? പുതുവസ്ത്രങ്ങൾ എടുക്കും, വിഭവസമൃദ്ധമായ സദ്യ, അമ്പലത്തിലേക്ക് പോകും. ആ വിലയൊക്കെ തീരുന്ന ദിവസം എന്നാണ് ശുഭസ്വീകാരം. നോക്കൂ, ശുഭത്തെ സ്വീകരിക്കുക, ഇങ്ങനെയൊക്കെയാണ് സങ്കല്പം. എന്തിനാ ഇത് പറയുന്നത്? മരണത്തെ നല്ലതുപോലെ വിശകലനം ചെയ്യുക. വിശകലനം ചെയ്ത് അതിനെ മനസ്സിലാക്കും തോറും പോകാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ തുടങ്ങും. ഇത് വേണ്ടവണ്ണം മനസ്സിലാക്കുന്നില്ല. ശരീരം പോയി പോവും. താൻ നേടിയതെല്ലാം ഇവിടെ വിട്ടിട്ട് പോകണം. തൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ ഇരിക്കും, താൻ മാത്രം യാത്രയാകും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ താൻ മാത്രം യാത്രയാകും എന്നൊരു ഭയവും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾ വരുമ്പോൾ ഇവരെയൊക്കെ കൂടെ കൊണ്ടുവന്നോ? ഇതെന്തേ ആലോചിക്കാത്തത്? നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോഴേ മാതാവിൻ്റെ ഗർഭത്തിൽ നിന്ന് ആ പുറത്തേക്ക് വന്നപ്പോ ഭാര്യയും കുട്ടികളും അനിയനും ചേട്ടനും ഇവരൊക്കെ ഉണ്ടായിരുന്നു. ആരും ഇല്ലായിരുന്നല്ലോ, നമ്മൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒറ്റയ്ക്ക് വന്നവന് തിരിച്ച് ഒറ്റയ്ക്ക് പോകാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? സംഘം. ഇതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. സംഘം ഒട്ടൽ. ഉള്ളുകൊണ്ട് അതിനെ തട്ടിത്തെറിപ്പിക്കൂ എന്നാണ് പറയുന്നത്. തട്ടിത്തെറിപ്പിച്ചേക്കൂ. അത് നമുക്ക് വേണ്ട. അവൻ നമുക്കെന്നും നാശമേ വിതച്ചിട്ടുള്ളൂ. അത് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സർവ്വ ദുഃഖങ്ങൾക്കും കാരണം. അവനവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നിനെ ആരെങ്കിലും ചേർത്ത് പിടിക്കുമോ? പക്ഷെ നമ്മൾ അതാണ് ചെയ്യുന്നത്. എന്താണ് നമ്മെ ദുഃഖിപ്പിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല. പറഞ്ഞാലും അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ല. മനുഷ്യന്റെ ഉള്ളിലെ അജ്ഞത. ഇതിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്. സത്യത്തെ എത്ര വ്യക്തമായി പറഞ്ഞു കൊടുത്താലും ദുഃഖത്തിന്റെ കാരണം സംഘമാണ് എന്നുള്ള കാര്യത്തെ ആവർത്തിച്ച് പറഞ്ഞു കൊടുത്താലും മനുഷ്യ ബുദ്ധി അതിനെ വേണ്ട പോലെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ഇതാണ് അവിദ്യ. പലരും വന്ന് ചോദിക്കും, ഈ അജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അവിദ്യ എന്ന് പറയുന്നത് എന്താണ്? ആത്മാവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ. അതാണ് അതിന്റെ ഉത്തരം. പക്ഷെ അതെങ്ങനെയാ മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത്? ആത്മാവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ അവിടെ ഇരിക്കട്ടെ, പറഞ്ഞു തന്നാൽ ഉൾക്കൊള്ളുമോ? ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. മനുഷ്യബുദ്ധി അതിന് സമ്മതിക്കുന്നില്ല. അത് തന്നെയാണ് അജ്ഞാനം. ശരിയാണെന്ന് കുറെയൊക്കെ ബോധ്യപ്പെട്ടാലും
ഉൾക്കൊള്ളുന്നില്ല, പൂർണ്ണമായി അതിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ശാഖപ്പോവാർ കടൻ തീർത്തൽ, എല്ലാ കർമ്മഫലങ്ങളെയും അനുഭവത്തിലൂടെ ക്ഷയിപ്പിച്ച്, പ്രാരബ്ധം അനുഭവിച്ചാലേ തീരൂ. അത് സുഖമായാലും ശരി, ദുഃഖമായാലും ശരി, എന്തായാലും. അതുകൊണ്ട് ഈ ജ്ഞാനികളുടെ ശരീരം നോക്കൂ, അവര് സുഖവും ദുഃഖവും അനുഭവിക്കും. അജ്ഞാനികൾ ഇത് രണ്ടും അനുഭവിക്കുന്നില്ലേ? ഉണ്ട്. പക്ഷേ ജ്ഞാനിയുടെ ചരമജന്മത്തിൽ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ജന്മത്തിൽ എല്ലാ കണക്കുകളും തീർത്ത് അവർ പരമാത്മസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു, ആത്മാവായി നിൽക്കുന്നു. അപ്പൊ അതിനകത്ത് കണക്കുകളുടെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. എല്ലാം സെറ്റിൽ ചെയ്താലേ ആത്മാവായി നിൽക്കാൻ പറ്റൂ. എന്തെങ്കിലും കൊടുക്കാനോ വാങ്ങാനോ ബാക്കി ഉണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടി പിന്നെയും ഒരു ജന്മം എടുക്കേണ്ടി വരും. അതുകൊണ്ട് അവസാന കാലത്ത് ഇപ്പോൾ ഒരു കിടപ്പിലൊക്കെ ആവുകയാണെങ്കിൽ സ്വയം ആലോചിച്ച് നോക്കുക, ഞാൻ കണക്ക് തീർത്തിട്ടാണോ പോകുന്നത്? കണക്ക് തീർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ പൂർണ്ണത നേടുക, മതി എന്ന് തോന്നുക, എല്ലാം മതി. മതി എന്നുള്ള ഭാവം എപ്പോഴാ മനുഷ്യന് വരിക? യൗവനകാലത്ത് വരില്ല, ബാല്യകാലത്ത് അവിവേകം കാരണം ഒട്ടുമേ വരില്ല, മധ്യവയസ്സിൽ വരുമോ? അപ്പോഴും വരുന്നില്ല. ആകപ്പാടെ വരാനുള്ള സാധ്യത വാർദ്ധക്യത്തിലാണ്. അവിടെയും വരുന്നില്ല എന്ന് പറഞ്ഞാൽ മരണത്തിൽ വരുമോ? ഒരിക്കലും വരില്ല. നോക്കണ്ട, ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ നിസ്സംഗത നേടേണ്ടത്. മരണത്തോടടുക്കുമ്പോൾ ഈ നിസ്സംഗത എവിടെ നിന്നോ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരും എന്നൊന്നും വിചാരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ നിസ്സംഗത ശീലിച്ചുകൊണ്ട് ജീവിക്കൂ. നല്ല കാലത്ത് അത് ശീലിക്കാൻ തുടങ്ങണം എന്നാണ്. അങ്ങനെ എല്ലാം തീർത്ത് ജ്ഞാനി യാത്രയാകുന്നു. ഈ യാത്രയാകുന്നു എന്ന് പറയുന്നതും തെറ്റാണ്. അയാൾ എവിടെയും പോകുന്നില്ല. അയാളുടെ പ്രാണൻ അയാളുടെ അന്തരാത്മാവിൽ തന്നെ സ്പന്ദനത്തെ നിർത്തി ഉപശമിക്കുകയാണ്. പിന്നെ എങ്ങനെ പോവും? എവിടെ പോവും? ഈ പ്രാണൻ പുറത്ത് കടന്നാലേ വേറൊരു ശരീരത്തെ സ്വീകരിക്കാനുള്ള സാധ്യതയുള്ളൂ. അതിനാണ് പ്രാണൻ പുറത്ത് കിടക്കുന്നത്. ഇനിയൊരു ശരീര സ്വീകാരം ഇല്ലെങ്കിൽ, എല്ലാം തീർത്തിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ പ്രാണൻ ഉള്ളിൽ ഒടുങ്ങുക മാത്രമേ ചെയ്യൂ. അപ്പൊ അയാൾ എവിടെ പോകുന്നു? ഒരിടത്തും പോകുന്നില്ല. അയാൾ ഇവിടെ നിൽക്കുകയാണ്, ശരീരത്തിനകത്ത് നിൽക്കുകയല്ല. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ബോധസത്തയായി അദ്ദേഹം നിൽക്കുന്നു. നിരന്തരമായ നിലനിൽപ്പാണ്. അങ്ങനെ ഒരു വൈഭവമാണ് ജ്ഞാനിയുടെ ശരീരത്യാഗത്തിലൂടെ ജ്ഞാനിക്കുണ്ടാവുന്നത്. അത് വലിയ ഒരു ഉത്സവമാണ്. സമാധി ദിവസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആചരിക്കുന്നില്ലേ? ജയന്തി പോലെ തന്നെ ആചരിക്കേണ്ടതാണത്. ജ്ഞാനിയുടെ ശരീരം ജനിച്ച ദിവസത്തെയാണല്ലോ നമ്മൾ ജയന്തി ജയന്തി എന്ന് പറയുന്നത്. അതുപോലെ ആ ശരീരത്തെ ഉപേക്ഷിക്കുന്ന ദിവസവും പരമപാവനമാണ്. അതും ആഘോഷിക്കപ്പെടുക തന്നെ വേണം. നമ്മൾ മരണ ദിവസം, ചരമദിനം എന്നൊന്നും പറഞ്ഞ് അതിനെ നിസ്സാരമായി കളയരുത്. ഒരു വിളക്ക് കത്തുമ്പോഴെന്താ സംഭവിക്കുന്നത്? ആ വിളക്കിലുള്ള എണ്ണ പ്രകാശമായി മാറുന്നു. അതല്ലേ സംഭവിക്കുന്നത്? എണ്ണ വറ്റുന്നു എന്ന് പറഞ്ഞാൽ ആ എണ്ണ പ്രകാശമായി മാറുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ജ്ഞാനി നിസ്സംഗതയോടുകൂടെ ജീവിച്ച് ഓരോ ദിവസവും തൻ്റെ ആ പ്രാരബ്ധ കർമ്മങ്ങളെ ക്ഷയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഓരോ സ്പന്ദനവും പ്രാരബ്ധത്തെ ക്ഷയിപ്പിക്കും. ഒരു ശ്വാസം എടുത്താൽ, ആ ശ്വാസം പുറത്തു വിട്ടാൽ പ്രാരബ്ധം അത്ര കണ്ട് കുറയും. ഇങ്ങനെ നോക്കൂ നിങ്ങൾ, ഓരോ ഉരുള ചോറ് കഴിക്കുമ്പോഴും പ്രാരബ്ധം തീരുകയാണ്. ആദ്യമേ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാവും, ഓരോ വ്യക്തിയും ഇത്ര ഉരുള ചോറ് കഴിക്കണം, ഇത്ര ദോശ, ഇത്ര ഇഡ്ഡലി, ഇത്ര പുട്ട്, ഇത്ര കടല, ഇത്ര ചായ, ഇത്ര കാപ്പി, ഇത്ര ഗ്ലാസ് വെള്ളം, ഇത്ര ഗ്ലാസ് മദ്യം, എല്ലാം തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ്. സർവ്വതും ഒന്നൊഴിയാതെ. അപ്പോ എല്ലാം ഈ ക്ഷയിപ്പിക്കുകയാണ് നമ്മൾ. അതായത് വേണ്ടാത്ത സാധനങ്ങൾ കയറ്റി വെച്ചിട്ട് ഓരോന്നായിട്ട് നമ്മൾ തലയിൽ നിന്ന് ഇറക്കി വെക്കുകയാണ്. തോളത്തുനിന്ന് സാധനം ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. പക്ഷെ ഈ ഇറക്കി വെക്കുന്നതിനോടൊപ്പം വേറെ സാധനങ്ങൾ വലിച്ചു കയറ്റുകയും ചെയ്യുന്നുണ്ട്. ആര്? അജ്ഞാനി. ജ്ഞാനിക്ക് അതല്ല, അൺലോഡിങ് മാത്രമേ ഉള്ളൂ, ലോഡിങ് ഇല്ല. എല്ലാം തീർത്ത് സ്വതന്ത്രനായി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇവിടുന്ന് യാത്രയാവും. വീണ്ടും പറയുന്നു, യാത്രയാവുന്നില്ല. ശുദ്ധബോധമായി അദ്ദേഹം ഇവിടെ തന്നെ നിലനിൽക്കും. അങ്ങനെ എല്ലാ അനുഭവങ്ങളെയും ആത്മാനുഭവമായി കാണുന്നു. ആര്? ജ്ഞാനി. അതുകൊണ്ട് അദ്ദേഹത്തിന് മരണമില്ല. മരണം എന്നുള്ള വാക്ക് അദ്ദേഹത്തിന് അങ്ങേയറ്റം ചിരി ഉണ്ടാക്കുന്നതാണ്.
നമുക്ക് ഏറ്റവും ദുഃഖപ്രദവും ഭയപ്രദവുമായിരിക്കുന്ന മരണം എന്നുള്ള വാക്ക് ജ്ഞാനിയെ സംബന്ധിച്ച് ഉള്ളിൽ ചിരി ഉണർത്തുന്നതാണ്. നമ്മൾ ബോബനും മോളിയൊക്കെ വായിച്ച് ചിരിക്കാറില്ലേ? ഇതുപോലെ തന്നെ ആരെങ്കിലും മരിച്ചു എന്നുള്ള വാർത്ത കേട്ടാലും അദ്ദേഹം പുറത്ത് ചിരിക്കില്ല, ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും. എന്തുകൊണ്ട്? ഇല്ലാത്ത ഒന്നിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. മരിച്ചുപോയി. ആര് മരിക്കാൻ? എന്ത് മരിക്കാൻ? ബോധത്തിന് മരണമുണ്ടോ? അത് അമരമായ സത്യമാണ്. ജഡം മരിക്കേണ്ട കാര്യമുണ്ടോ? ജഡത്തിന് ജീവനേ ഇല്ലല്ലോ. ചൈതന്യമില്ലാത്തതിനെയാണ് ജഡം എന്ന് പറയുന്നത്. കല്ല് മരിച്ചു, മണ്ണ് മരിച്ചു എന്ന് ആരും പറയാറില്ല. വെള്ളം മരിച്ചു എന്ന് പറയുമോ? സചേതനങ്ങളായവയ്ക്കല്ലേ മരണമുള്ളൂ. അചേതനങ്ങളായവ മരിക്കേണ്ട കാര്യമില്ല. പക്ഷേ സചേതനമായതിലുള്ള ചൈതന്യം മരിക്കാനൊക്കില്ല. പിന്നെ എന്താ മരിക്കുന്നത്? ഒന്നും മരിക്കുന്നില്ല. മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വും നരസുരരാതിയുമില്ല നാമരൂപം, മരുവിലമർന്ന മരീചി നീരുപോൽ നെൽപ്പൊരു പൊരുളാം, പൊരുളല്ല ഇതോർത്തിടേണം. നമ്മൾ ഈ ജനനം മരണം ഇതൊക്കെ പരമസത്യമായി വിചാരിക്കുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ചു, നമ്മുടെ കുടുംബത്തിൽ ഒരു പുതിയ അതിഥി കടന്നു വന്നു, റേഷൻ കാർഡിൽ ഒരാളുടെ പേര് കൂടെ ചേർക്കാം, വളരെ സന്തോഷം. പേര് ചേർക്കാൻ സന്തോഷം, പേര് വെട്ടാൻ വിഷമം. ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമ്പോൾ എത്ര സന്തോഷത്തോടു കൂടിയാണ്. ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ അത്ര സന്തോഷത്തോടു കൂടി ആരെങ്കിലും പോകും? ഇയാളെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടുള്ള ആളുണ്ടെങ്കിൽ അവര് സന്തോഷത്തോടു കൂടി പോകും. ശല്യം തീർന്നു. അപ്പൊ ഈ മരണം എന്നുള്ളതിനെ കുറിച്ച് രാവിലെ എഴുന്നേറ്റിരുന്ന് ആലോചിക്കണം. എന്താണ്? അതിരാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മരണത്തെ കുറിച്ച് ചിന്തിക്കണം. എനിക്ക് തലയ്ക്ക് അസുഖമാണെന്ന് തോന്നുന്നുണ്ടോ? സത്യമാണത്. എന്തുകൊണ്ടെന്നോ, ഈ മരണം എന്താണ്, ആർക്കാണത് എന്ന് ചിന്തിക്കും തോറും അതിൻ്റെ ഇല്ലായ്മ ബോധ്യപ്പെടും. അതിനു വേണ്ടിയാണ് പറയുന്നത്. മന്ത്രം ജപിച്ച ഈ കാര്യം വെളിപ്പെടുകയില്ല. ഒരു ഭഗവാന്റെ ഏതെങ്കിലും ഒരു രൂപം ധ്യാനിച്ചാൽ ഈ കാര്യം പിടികിട്ടില്ല. ഈ വിചാരം, ആലോചന, വിമർശനം, യുക്തിയുക്തമായിട്ടുള്ള ചിന്ത, ഇതാണ് നമുക്ക് കാര്യങ്ങളെ സൂര്യതുല്യം വെളിവാക്കി തരുന്നത്. പക്ഷെ ആരും വിചാരം ചെയ്യാൻ മാത്രം സന്നദ്ധരാകുന്നില്ല. അശുഭം അശുഭം എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആ പരീക്ഷത്തിന് 7-ാം ദിവസം തക്ഷകൻ കടിക്കും എന്നുള്ള ഒരു ശാപം കിട്ടിയില്ലായിരുന്നെങ്കിൽ പരീക്ഷിത്ത് എപ്പോഴെങ്കിലും ഈ തത്വജ്ഞാനം ഉൾക്കൊള്ളും. അപ്പൊ ആ ശാപം വലിയ ഒരു അനുഗ്രഹമായി തീർന്നു എന്നാണ് പരീക്ഷിത്ത് തന്നെ ഭാഗവത്തിൽ പറയുന്നത്. 7-ാം ദിവസം തക്ഷകൻ വന്ന് കടിക്കും, മുനികുമാരന്റെ ശാപമാണ്. അപ്പൊ അത് സത്യമായി ഭവിച്ചേ പറ്റൂ. ഈ 7 ദിവസം ഭഗവത് കഥ കൊണ്ട്, തത്വ കഥനം കൊണ്ട് ഞാൻ എൻ്റെ ചെവികളെ നിറയ്ക്കും. അതിനനുകൂലമായി ഒരു നഗ്ന ബാലൻ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. ശുഗമഹർഷി പ്രകൃതി കൊണ്ട് എത്തിച്ചതാണ്. പരീക്ഷിത്ത് എന്താ ചെയ്തത്? ഞാൻ ജലം പോലും കുടിക്കാതെ പതുക്കെ പതുക്കെ എൻ്റെ ശരീരത്തെ ക്ഷയിപ്പിക്കും ഈ ഗംഗാതീരത്തിരുന്ന്. പ്രായോപവേശം എന്നാണ് അതിന് പറയുന്നത്. ഒന്നും കഴിക്കാതെ ശരീരം പതുക്കെ പതുക്കെ ക്ഷീണിച്ച് അവസാനം ശരീരത്തിലുള്ള പ്രാണൻ നഷ്ടമാകും. അങ്ങനെ ശരീരം ത്യജിക്കുക, അതിനെയാണ് പ്രായോപവേശം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ശരീരം ത്യജിക്കാൻ പ്രകൃതി അനുവദിച്ചില്ല. ഭഗവത് കഥകളെ കൊണ്ട് പരീക്ഷത്തിന്റെ മനസ്സിനെ നിറയ്ക്കാൻ ഒരു ശുഗമഹർഷിയെ അവിടെ കൊണ്ടെത്തിച്ചു. ആര്? ഏത് മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നാണോ വെള്ളം ചോദിച്ചത്, അപ്പൊ അദ്ദേഹം ഒന്നും മിണ്ടാതിരുന്നത് കൊണ്ട് വാതിൽക്കൽ ചത്തുകിടക്കുന്ന ഒരു പാമ്പിന്റെ ശരീരമെടുത്ത് മഹർഷിയുടെ കഴുത്തിലിട്ടത്, അവിടെ ആ പാമ്പിന്റെ ശരീരത്തെ ഒരുക്കി നിർത്തിയ അതേ പ്രകൃതി ശുഗമഹർഷിയെയും കൊണ്ട് എത്തിച്ചു. ആ പാമ്പ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം ചിലപ്പോ ആ അകൃത്യം ചെയ്യില്ലായിരുന്നു. പുറത്തു വന്നു. ഈ ധ്യാനത്തിലിരിക്കുന്ന ആളിന് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ അപമാനിക്കണം. നോക്കിയപ്പോൾ അവിടെ ഒരു ചത്ത പാമ്പ്, വില്ലിന്റെ അറ്റം കൊണ്ട് അതിനെ കോരിയെടുത്ത് ആ സന്യാസിയുടെ കഴുത്തിലിട്ടു. അതില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് അദ്ദേഹം ചെയ്യില്ലായിരുന്നു. അപ്പൊ പ്രകൃതി ആ ശാപം കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തീർത്തു. അതുപോലെ ഈ ഭഗവത് കഥ കേൾപ്പിക്കാനുള്ള ഒരു സാഹചര്യവും ഇതേ പ്രകൃതി ഉണ്ടാക്കി തീർത്തു. അപ്പൊ എപ്പോഴും ഈ പ്രകൃതി നമുക്ക് മോശം മാത്രമേ ചെയ്യൂ, നന്മയൊന്നും ചെയ്യില്ല എന്ന് വിചാരിക്കരുത്. നന്മയും തിന്മയും പ്രകൃതി ഉണ്ടാക്കി തീർക്കും. അവനവന്റെ കർമ്മഫലത്തിനനുസരിച്ചാണ് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. നമുക്കിതിന്റെ മലയാളം വ്യാഖ്യാനം വായിക്കാം. വെൺകൊറ്റക്കുട, തഴകൾ, ചാമരങ്ങൾ, ഈ വക ആഡംബരങ്ങൾ സഹിതം ചതുരംഗപ്പടയോടെ മഹാജ്ഞാനി ചക്രവർത്തി പദത്തിലിരുന്നാലും
നാല് ചുറ്റും നിന്ന് തന്നെ സേവിക്കുന്ന ആശ്രിതരുടെ സ്തുതികളോ സേവനങ്ങളോ എത്ര തന്നെ ആയിരുന്നാലും ആ വകയൊന്നിലും മയങ്ങിപ്പോകാതെ അറിവിൽ ദൃഢമായി ഉറച്ചു നിൽക്കുന്നു. ഏതറിവിൽ? ഞാൻ ആത്മാവാണ് എന്നുള്ള അറിവിൽ. എന്നാൽ ഈ വക ഭോഗസാധനങ്ങളിൽ ഒന്നിനെയും വെറുക്കുന്നുമില്ല. ഈ സുഖം അനുഭവിക്കരുത് എന്ന് വേദാന്തം പറയുന്നില്ല. എഴുത്തച്ഛൻ എത്ര വ്യക്തമായിട്ടാണ് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതെന്ന് അറിയാമോ? ഭോഗത്തിനായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. എന്താണ് ഈ വരികളുടെ അർത്ഥം? ഭോഗത്തിനായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും വേണ്ട, എനിക്ക് സുഖം തരണേ, ആഡംബര വസ്തുക്കൾ തരണേ എന്ന് ഈ സുഖത്തിന് വേണ്ടി ഉള്ളിൽ ഒരു അഭിലാഷം വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. നമ്മൾ അതിനും മാത്രമുള്ള സത്പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവയൊക്കെ നാം ചോദിക്കാതെ തന്നെ നമ്മുടെ അടുത്തെത്തും. അപ്പൊ പിന്നെ ഈ മനസ്സുകൊണ്ട് ഒരു ഭിക്ഷക്കാരനായി ജീവിക്കുന്നത് എന്തിന്? മനസ്സുകൊണ്ട് ചക്രവർത്തിയെ പോലെ കഴിയൂ. പുറത്ത് ദരിദ്രനായിരുന്നോട്ടെ, ദോഷമില്ല. മനസ്സിൽ ദാരിദ്ര്യം അനുഭവപ്പെടുന്നു. മനസ്സിന്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്താ? അത് വേണം, ഇത് വേണം, വേണമെന്നുള്ള ആഗ്രഹം, അതാണ് മനസ്സിലെ ദാരിദ്ര്യം. അത് വേണ്ട, ഉള്ളിൽ പൂർണ്ണത നിറയട്ടെ എന്നാണ്. അപ്പൊ ഭോഗത്തിനായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും വേണ്ട. എന്തുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞു എന്നറിയാമോ? ഭോഗം വിധികൃതം. ഈ ഭോഗം കർമ്മഫലത്തിനനുസരിച്ച്, തലവിധി അനുസരിച്ച്, തലവിധി എന്ന് പറയുന്നത് നമ്മുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ചാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഭോഗം വിധികൃതമായതുകൊണ്ട് ആ ഭോഗം നമ്മെ സമീപിക്കുമ്പോൾ വർജിക്കുകയും വേണ്ട. ഇല്ല, ഞാനിതിനെ അനുഭവിക്കില്ല. എന്തിന്? നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ചോദിക്കാതെ എത്തുന്ന ഭോഗങ്ങളെ നിസ്സംഗമായി അനുഭവിച്ചോളൂ. അല്ല, ഞാനേ അല്പം വേദാന്തമൊക്കെ കേൾക്കുന്ന ആളാണ്, എനിക്ക് ഭോഗങ്ങളിൽ താല്പര്യമില്ല സുഹൃത്തെ. നിങ്ങൾ അതിൻ്റെ പുറകെ പോണ്ട. നിങ്ങളുടെ അടുത്ത് വരുന്ന ഭോഗത്തെ എന്തുകൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കണം? അത് നാം അനുഭവിക്കേണ്ടതായതുകൊണ്ടാണല്ലോ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ അതിന് വേണ്ടാന്ന് വെച്ചാൽ, ആ സുഖഭോഗം ആ സമയത്ത് വേണ്ടാന്ന് വെച്ചാൽ അത് പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ അടുത്ത് വരും. അത് അനുഭവിച്ചേ അത് തീരൂ. നമ്മൾ ഈ ദുഃഖത്തെ മാത്രമാണ് അനുഭവിച്ചു തീർക്കുക എന്ന് പറയും. തെറ്റാണ്. സുഖവും അനുഭവിച്ചാലേ തീരൂ. ഈ രണ്ട് അനുഭവങ്ങളിലും, സുഖദുഃഖങ്ങളിൽ സമചിത്തത, നിസ്സംഗത അത് ഉള്ളിൽ ശരിക്കും. ദുഃഖം വരുമ്പോൾ തളർന്നു പോവുകയും വേണ്ട. എനിക്കിങ്ങനെ വന്നുവല്ലോ, എന്തിനാ അങ്ങനെ ഒരു വിചാരം? തനിക്ക് അങ്ങനെ വരാനുള്ളത് കൊണ്ടാണല്ലോ തനിക്ക് അങ്ങനെ വന്നത്, തൻ്റെ അടുത്ത് അത് എത്തിയത്. അപ്പോ സുഖത്തെയും ദുഃഖത്തെയും അത് പ്രാരബ്ധമാണ് എന്ന് വിചാരിച്ച് രണ്ടിലും ഒട്ടാതെ നിന്നോളൂ. സുഖത്തിൽ നിന്ന് ഒഴിയണമെന്നോ ദുഃഖത്തിനെ അകറ്റണമെന്നോ അല്ലെങ്കിൽ ദുഃഖത്തെ വിളിച്ചു വരുത്തണമെന്നോ ഇങ്ങനെ ഒരു ചിന്തയും വേണ്ട. ചുമ്മാതെ ഇരിക്കൂ. വരേണ്ടത് തേടിയെത്തും, നമ്മുടെ അടുക്കൽ വരും. എന്തായാലും സുഖമായാലും ദുഃഖമായാലും. അതാണ് ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട എന്ന് പറഞ്ഞത്. എന്നാൽ ഈ വക ഭോഗസാധനങ്ങളിൽ ഒന്നിനെയും വെറുക്കുന്നുമില്ല. ഒഴിക്കുന്ന എണ്ണ എത്രയായാലും തിരികളിലൂടെ അവയെ സ്വീകരിച്ച് പ്രഭ പരത്തുന്ന ദീപം പോലെ. ഏതെണ്ണ ഒഴിച്ചാലും തിരി ആ എണ്ണയെ വലിച്ചെടുത്ത് പ്രകാശം തരുന്നില്ലേ? അല്ല, ഈ എണ്ണ പാമായിലാണ്, ഇതെടുക്കൂല എന്ന് തിരി പറയുന്നുണ്ടോ? നല്ല ഒന്നാന്തരം വെളിച്ചെണ്ണ അതൊഴിച്ചാലേ ഞാൻ പ്രകാശിക്കൂ എന്ന് തിരി പറയുന്നില്ലല്ലോ. അതിന്റെ സ്വഭാവം എന്താ? ഏതെണ്ണയാണോ നമ്മൾ ഒഴിക്കുന്നത് അതിനെ വലിച്ചെടുത്ത് പ്രകാശം പൊഴിക്കുക. ഇതുപോലെ നമ്മെ തേടിയെത്തുന്ന ഓരോ കർമ്മങ്ങളെയും സന്തോഷപൂർവം സ്വീകരിക്കുക. ആ സമയത്ത് എങ്ങനെ വേണോ അതിനെ അനുഭവിക്കുക. ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, മനസ്സ് നിസ്സംഗമായിരിക്കണം. നിങ്ങൾ സുഖമാണോ ദുഃഖമാണോ അനുഭവിക്കുന്നത് എന്നുള്ളതല്ല ചോദ്യം, മനസ്സിൽ നിസ്സംഗതയുണ്ടോ? അവയെ സ്വീകരിച്ച് പ്രഭ പരത്തുന്ന ദീപം പോലെ മഹാജ്ഞാനി ഭോഗങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ടെങ്കിലും അവയിലൊന്നും സത്യബുദ്ധി വയ്ക്കാതെ ഇത് മായാമയമാണ്. ഏത്? ഈ പ്രപഞ്ചം. ഇതിൽ സുഖവും ദുഃഖവും മാറി മാറി വരും. നിരന്തരമായ സുഖമോ നിരന്തരമായ ദുഃഖമോ അനുഭവിച്ചവർ ആരുമില്ല. ഏത് ചക്രവർത്തിക്കും ദുഃഖം വരും, ഏത് ദരിദ്രവാസിക്കും സുഖവും ഉണ്ടാവും. അത് നമ്മുടെ കൈകളിലല്ല, കാലത്തിന്റെ പ്രകൃതിയുടെ കൈകളിലാണ്. അത് വന്നു പോകുന്നവയാണ്. ഏത്? ഈ രണ്ടും, സുഖവും ദുഃഖവും. ദുഃഖമില്ലായിരുന്നു എങ്കിൽ ഈ സുഖത്തിന്റെ മഹത്വം നാം തിരിച്ചറിയില്ലായിരുന്നു. സുഖത്തെ സുഖകരമാക്കി തീർക്കുന്നത് അതിനു മുമ്പുണ്ടായിരുന്ന ദുഃഖമാണ്. അപ്പോ സുഖത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നു ദുഃഖം എന്നുള്ളത് കൊണ്ട്
ദുഃഖത്തെ വേണ്ടാന്ന് വെക്കാമോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. നമ്മൾ ഈ ദുഃഖത്തെ തുടർന്ന് സുഖം വരും. എത്ര ദുഃഖം അനുഭവിക്കുന്നവനും ഇതാണ് അനുഭവം. അപ്പോൾ ദുഃഖം സുഖത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദുഃഖത്തെ വെറുക്കണ്ട. കാരണം സുഖത്തിലേക്കാണല്ലോ അതുകൊണ്ട് ചെന്ന് എത്തിക്കുന്നത്. ഇനി സുഖം വരുമ്പോൾ അതിൽ സംഘബദ്ധമാവുകയും വേണ്ട നമ്മുടെ മനസ്സ്. എന്തുകൊണ്ട്? സ്വല്പം കഴിഞ്ഞ് ദുഃഖം വരും. അതുകൊണ്ട് ഈ സുഖത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്താ? സമചിത്തത തനിയേ വരും നമ്മുടെ മനസ്സിന്. രണ്ടിനെയും സമമായി കാണാനുള്ള ഒരു പാകത നമുക്കുണ്ടാവും. അത് ഈ കാര്യങ്ങളെ നല്ലപോലെ വിശകലനം ചെയ്ത് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ്. അതാണ് ചിന്തിക്കണം എന്ന് പറഞ്ഞത്. അവയിലൊന്നും സത്യബുദ്ധി വെക്കാതെ അരുൾഭോഗമായി കരുതുകയും ഒക്കെ പരമാത്മാവിന്റെ സുഖം പല രീതിയിലും പ്രകടമാവുന്നു. കൊലയാളികൾക്ക് നൽകുന്ന ആഹാരം അവർ രുചിപ്രദമല്ലാതെ കഴിക്കുന്നത് പോലെ പ്രാരബ്ധകടം വീട്ടുന്ന മട്ടിൽ ഭുജിക്കുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ കൊലയാളിയുടെ ഉദാഹരണമാണ് പറയുന്നത്. പക്ഷെ നല്ലപോലെ ആഹാരം കഴിച്ചിട്ട് തൂക്കുമരത്തിലേക്ക് പോകുന്ന ആൾക്കാരും ഉണ്ട്. അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പ്രധാന നിയമം. ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അവസാനം അയാളുടെ ആഗ്രഹം എന്താണ്? അതിന് എത്ര പണച്ചെലവുണ്ടായാലും കുഴപ്പമില്ല, അത് സാധിച്ചു കൊടുക്കണം. പണ്ടൊരു കഥ കേട്ടിട്ടില്ലേ? ഒരാളെ മരണശിക്ഷയ്ക്ക് വിധിച്ചു രാജാവ്. അപ്പൊ എങ്ങനെ മരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞതെന്നറിയാമോ? വയസ്സായിട്ട് മരിച്ചാൽ മതി. എല്ലാവരും വയസ്സായിട്ടാണല്ലോ മരിക്കുന്നത്. ഈ രാജാവ് അല്ലെങ്കിൽ ശിക്ഷ വിധിച്ചയാളെ ഉദ്ദേശിച്ചത് തൂക്കിക്കൊല്ലണോ, വിഷം തരണോ, അങ്ങനെയുള്ള ആ മരണത്തിനുള്ള മാർഗങ്ങൾ പലതാണല്ലോ. ഇലക്ട്രിക് ചെയറിൽ ഇരുത്തണോ, എങ്ങനെയാണ് വൈദ്യുതാഘാതം ഏൽപ്പിച്ച് കൊല്ലണോ? പക്ഷെ ആശാൻ പറഞ്ഞ് എങ്ങനെ മരിക്കണമെന്നല്ലേ ചോദിച്ചത്? വയസ്സായിട്ട് മരിച്ചാൽ മതി. അപ്പോ അത് പറ്റില്ല. അതുകൊണ്ട് എന്താ? സമചിത്തത. കൃഷ്ണൻ ഗീതയിലുടനീളം പറയുന്ന യോഗം എന്ന് പറയുന്നത് ഈ സമത്വമാണ്. സമത്വം എന്ന് പറഞ്ഞാൽ സമത്വ ബുദ്ധി യോഗം. അതാണ് ശരിക്കുള്ള യോഗം. നമ്മുടെ ഈ യോഗ ക്ലാസ്സുകളിലൊന്നും ഈ കാര്യം മിണ്ടുന്നില്ല ആരും. ഇതിനെക്കുറിച്ച് ഒരു നേരിയ പരാമർശം പോലുമില്ല. എന്തോ കുറെ ആസനവും പ്രാണായാമവും. നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാ നോക്കിക്കാണേണ്ടത്? സുഖവും ദുഃഖവും വരുമ്പോൾ നമ്മുടെ സമീപനം എന്തായിരിക്കണം? സമത്വ ബുദ്ധി ശീലിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഇതൊന്നും ആരും പറയുന്നില്ല. അതുകൊണ്ടെന്താ? യോഗികൾ പോലും കിടന്ന് പിടയുന്നു എന്നാണ്. യോഗ ക്ലാസ് എടുക്കുന്ന ആൾക്കാർ, യോഗ ടീച്ചേഴ്സ്, അവർക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് വന്നിട്ട് അവർ പോലും ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്നാണ്. ഇവർ പഠിപ്പിക്കുന്ന ആൾക്കാരെ എങ്ങനെ നേരെയാവും? ആചാര്യന് തന്നെ ആത്മഹത്യാ പ്രവണതയാണ്. കലികാല വൈഭവം എന്നല്ലാതെ എന്ത് പറയാം? ആർക്കും കയറി മേയാനുള്ള ഒരു മണ്ഡലമാണ് ആധ്യാത്മികത, സ്പിരിച്വാലിറ്റി. ഒരു കണ്ടീഷനുമില്ല. പുറമ്പോക്ക് ഭൂമി പോലെയാണ്. ആർക്ക് വേണമെങ്കിൽ അവിടെ നട്ട് കൃഷി ചെയ്ത് വിളവെടുത്തോണ്ട് പോവാം. ഈ ശാസ്ത്രങ്ങളെ ഒന്നും ആരും പ്രമാണമാക്കി സ്വീകരിക്കുന്നില്ല. അടുത്ത പദ്യം വായിക്കാം. പെരിനോവുക്കേ എന്ന പെറ്റ തുടർഭോഗം നരകേഴു മൂട്ടുമിത് നാൻശത്തുരുവത്ത് താമല്ലാർ ബോഹിപ്പതല്ല അത് വൻപർ പദം കാവലാട് കൈത്തളൈ പോർ കാൺ. പെരിനോവുക്കേ എന്ന പെറ്റ തുടർഭോഗം. ശാരീരിക സുഖത്തെ ഒരു ജ്ഞാനി എങ്ങനെയാ നോക്കിക്കാണുന്നതെന്ന് നോക്കൂ. പെരുനോവുക്കേ എന്ന പെറ്റത് ഉടർഭോഗം. ഉടർഭോഗം എന്ന് പറഞ്ഞാൽ ശാരീരിക സുഖങ്ങൾ, ഉടൽ ഭോഗം. ഈ ശരീരം സ്വീകരിക്കുന്നതുണ്ടല്ലോ, സുഖിക്കാനാണ് എന്നാണ് പലരും വിചാരിക്കുന്നത്. ഈ മരണത്തെ വെറുക്കാനുള്ള ഒരു കാരണം സുഖഭോഗ സാധനമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാൻ നമ്മെ സഹായിക്കുന്ന ഈ ശരീരം പോയി പോകുമല്ലോ എന്നുള്ള വിചാരമാണ്. പക്ഷെ ജ്ഞാനി നോക്കുന്നത് ഈ ഉടൽ ഭോഗം, ശാരീരിക സുഖമുണ്ടല്ലോ, ഇത് പെരുനോവുക്കേന, വലിയ വേദനയ്ക്ക് വേണ്ടിയാണിത്. ഒരു മനുഷ്യൻ ശരീരത്തിൽ കഴിയുമ്പോൾ എത്ര സുഖം അനുഭവിക്കും? ഇത് എത്ര കാലം, എത്ര നിമിഷം? സുഖം അനുഭവിക്കുന്ന നിമിഷങ്ങളുടെ കണക്കെടുത്ത് നോക്കും, ദുഃഖിക്കുന്ന നിമിഷങ്ങളുടെയും കണക്കെടുത്ത് നോക്കും. ഏതായിരിക്കും കൂടുതൽ? സംശയിക്കുകയേ വേണ്ട. ദുഃഖവും ഭയവും ടെൻഷനും ഒക്കെ അനുഭവിക്കുന്ന നിമിഷങ്ങളാവും കൂടുതൽ. അപ്പൊ പിന്നെ ഈ ശരീരം പോകുന്നതിൽ എന്താ ഇത്ര വിഷമിക്കാനുള്ളത്? ശാശ്വതമായ സുഖം ഈ ശരീരത്തെ ആശ്രയിച്ച് ആരും അനുഭവിക്കുന്നില്ലല്ലോ. പെരുനോവുക്കേ എന്ന പെറ്റ തുടർഭോഗം. അജ്ഞാനിയുടെ കർമ്മങ്ങൾ,
ഈ ശരീരത്തിന് കാരണമായ കർമ്മങ്ങൾ, അതിനെയാണല്ലോ പ്രാരബ്ധം പ്രാരബ്ധം എന്ന് പറയുന്നത്. അത് ദുഃഖിക്കാൻ വേണ്ടിയാണ്. ശരീര സ്വീകാരം എന്ന് പറഞ്ഞാൽ ദുഃഖിക്കാൻ. ശരീരം സ്വീകരിക്കാതിരുന്നാൽ പരമസുഖം. നരകേഴും മൂട്ടും 7 നരകങ്ങളിൽ കൊണ്ടുചെന്ന് പതിപ്പിക്കും. കുംഭീഭാഗം, രൗരവം, അസിപത്രം, കൃമിഭോജനം. ആ 7 പേര് കിട്ടണമെങ്കിൽ അനിയനല്ല അന്യൻ, ഒരു തമിഴ് സിനിമ വന്നിട്ടുണ്ട്. അതിൽ ഓരോ വാക്കുകളും ഇങ്ങനെ ജമ്പിൾ ചെയ്ത് അപ്പുറത്തെ ഇപ്പുറത്തെ അക്ഷരങ്ങളെ മാറ്റിയിട്ട് അങ്ങനെയാണ് അതിനകത്ത് ആ കൊലയാളി ഓരോ കൊലയും ചെയ്തിട്ട് കടന്നു പോകുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് അക്ഷരങ്ങളെ റീഅറേഞ്ച് ചെയ്ത് മനസ്സിലാക്കാൻ വലിയ കഷ്ടമാണ്. അതിലാണ് ഈ 7 നരകങ്ങളുടെ 7 ഉണ്ടോയെന്ന് എനിക്ക് നിശ്ചയമില്ല, 4-5 എന്തായാലും ഉണ്ട്. ഗരുഡപുരാണം എന്ന് പറയുന്നത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, രാത്രി ഉറക്കം വരില്ല. കാരണം മരിച്ചുപോയ ഒരു ജീവൻ പരലോകത്തേക്ക് പോകുന്ന ആ മാർഗത്തെ വിവരിക്കുകയാണ്. നൂൽപാലത്തിലൂടെ യാത്ര ചെയ്യണമെന്നാണ്. താഴെ അഗ്നി, ബാലൻസ് ചെയ്യാൻ ഒന്നുമില്ല, നൂൽപാലം. ഇപ്പോൾ വഴിയിൽ കടുത്ത വിശപ്പും ദാഹവും ഉണ്ടാവും, ഒന്നും കിട്ടില്ല. ഇനി അവിടെ പോയാലോ, യമന്റെ ലോകത്ത് പോയാലോ, അടി ഇടി കുത്ത്, എണ്ണയിലിട്ട് വറുത്തെടുക്കൽ, ഇതൊക്കെയാണ്. എന്തിനാ ഈ വിവരണം? ഇടോ മനുഷ്യ, പാപം ചെയ്യാതിരിക്കും. താൻ ഇവിടെ നേരാമ്പണ്ണം ജീവിച്ചാൽ ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ല. തന്നെ വിളിച്ചുകൊണ്ട് പോകാൻ വിഷ്ണുവിൻ്റെ പാർഷദന്മാർ വരും. അവര് വിമാനവുമായി കാത്തിരിക്കും, കഴുത്തിൽ ഹാരമണിയിച്ച് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഞാൻ പാപം ചെയ്യരുത് എന്നൊരു വിചാരം മനുഷ്യന്റെ ഉള്ളിൽ വരണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പേടിപ്പിച്ചാലേ പറ്റൂ. അവിവേകിയെ പേടിപ്പിച്ചാലേ അവൻ നേരെയാവൂ. അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവന്റെ തലയിൽ കയറില്ല. കൊച്ചു കുട്ടികളെ, കുസൃതിക്കാരായ കുട്ടികളെ, മോനെ ഇത് ചെയ്യരുത്, ഇത് കുട്ടികൾക്ക് ചേർന്നതല്ല, ഇങ്ങനെയൊക്കെ ഉപദേശിച്ച് ആ കുട്ടിയുണ്ടോ അത് മനസ്സിലാക്കുന്നു. കയ്യിലൊരു ചൂരലെടുക്കുക, എണീറ്റ അടിക്കും. അവിടെയും അനങ്ങരുത്. അടിയെ ഭയന്ന് അവൻ അടങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടോ അവന് നല്ലതാണ്. അതുപോലെ ആ കുട്ടിയെ നിയന്ത്രിക്കുന്നത് പോലെയാണ് ഈ നരക വർണ്ണനയും മറ്റും. പക്ഷേ അത് കേട്ട് ഭയപ്പെടുന്നതല്ലാതെ നല്ലത് ചെയ്യാൻ ആരും ഇറങ്ങി പുറപ്പെടുന്നില്ല. അതാണ് രാത്രിയുള്ള ഉറക്കം പോകുന്നല്ലാതെ എന്നാൽ ഞാൻ ഇവിടെ ജീവിക്കുമ്പോൾ സത്കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് കഴിയണം, ആ ഒരു വിചാരം വരുന്നില്ല. പെരുനോവുക്കേ എന്ന പെറ്റ തുടർഭോഗം നരകേഴു മൂട്ടും ഇത് നാം ഉരുവത്താമല്ലാർ. ശരീരത്തിൽ താൻ ആത്മാവ് അല്ലാതെ നിൽക്കാത്തിടത്തോളം കാലം നമ്മൾ ശരീരത്തിൽ കഴിയുമ്പോൾ ഒരിക്കലും താൻ ശരീരമാണ് എന്നുള്ള വിചാരം ഉള്ളിൽ വരരുത്. ഞാൻ ആത്മാവാണ്, ചൈതന്യമാണ്, ബോധമാണ്, കുറഞ്ഞ പക്ഷം ഈശ്വരാംശമാണ് എന്നെങ്കിലും വിചാരിക്കും. അല്ലാതെ ഈ ദേഹത്തിൽ ഒരു താതാത്മ്യപ്പെടൽ ഉണ്ടാവരുത്. അപ്പോൾ ഒരു രൂപത്തിൽ, ആകൃതിയിൽ നാം നമ്മെ പരിമിതരാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിക്കുമ്പോൾ ഒരാൾ എന്താ തൻ്റെ അഖണ്ഡമായ വ്യാപകതയുള്ള സ്വരൂപത്തെ ചുരുക്കിക്കളയുന്നു. അപ്പൊ അതിന് ഈ ദേഹത്തെ താണ്ടിക്കടന്നാലേ പറ്റൂ. ഞാൻ ഈ ദേഹമല്ല എന്നുള്ളത് സദാ ഉള്ളിൽ ഉറയ്ക്കണം. ശരീരത്തിൽ താൻ ആത്മാവല്ലാതെ ആത്മാവായി നിൽക്കാത്തിടത്തോളം കാലം ഉരുവത്താമല്ല, ബോഹിപ്പത് അല്ല എന്ന് പറഞ്ഞാൽ സുഖമുണ്ടാവില്ല. ഞാൻ ശരീരമാണെന്ന് കരുതുന്നിടത്തോളം കാലം ശരീരത്തിൽ വരുന്ന രോഗങ്ങളും മുറിവുകളും പൊള്ളലും ഒക്കെ തനിക്ക് ഏറ്റു, തന്നെ ബാധിച്ചു എന്ന് കരുതി ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. അതുമായിട്ടുള്ള ആ താതാത്മ്യം ഒന്ന് വിട്ടുനോക്കൂ. ശരീരത്തിൽ മുറിവുണ്ടായി, ശരി, വേദനയുണ്ട്, പക്ഷെ ഞാനിതല്ല. ആ ഉള്ളുകൊണ്ടൊന്ന് അകന്നു നിന്ന് നോക്കൂ. സഹനശക്തിയൊക്കെ തനിയേ വരും. ഇത് സഹിക്കാനുള്ള കഴിവില്ലാതായി പോകുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? ഞാൻ ഇതാണെന്ന് വിചാരിച്ച് കഴിയുന്നത് കൊണ്ട്. ബോഹിപ്പതല്ല, അത് വൻപർത്തം, അത് വൻപർ പദം. അത് വൻപർ പദമല്ല, അത് അൻപർ പദം. സന്ധിയിലാണ് അത് അൻപർ പദം, അത് വൻപർ പദം. ഈ ശരീരവുമായി ബന്ധപ്പെടാതെ താൻ ആത്മാവാണ് എന്നുള്ള നിലയിൽ ഉറച്ചു നിൽക്കുന്നത് അൻപർ പദം, ജ്ഞാനിയുടെ പാദങ്ങളിൽ ഭക്തിയുള്ളവർക്കാണ്. ഒരു ജ്ഞാനി അദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ട് ആ പാതാരവിന്ദങ്ങളിൽ, ഈശ്വരന്റെ പാതാരവിന്ദങ്ങളിൽ എന്ന പോലെ ഭക്തിയും ആദരവും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടാകുന്നവർക്ക്
മരണം ഒരു പ്രശ്നമല്ല. അൻപർപദം, ജ്ഞാനിയുടെ പാദങ്ങളിൽ ഭക്തിയുള്ളവർക്ക് കാവലാട് കൈത്തളൈ പോർ കാൺ, അവരുടെ പ്രാരബ്ധാനുഭവം ഉണ്ടല്ലോ. ഏത്? ജ്ഞാനിയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയുള്ളവർക്ക് അവർ എങ്ങനെയാ പ്രാരബ്ധത്തെ അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കാവലാട് കൈത്തളൈ പോർ കാൺ. കാവലാൾ എന്ന് പറഞ്ഞാൽ മോചനം കാത്തു കിടക്കുന്ന ഒരു ജയിൽ പുള്ളി. കുറ്റവിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുക്തനാക്കുമോ അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ തന്നെ കിടക്കുമോ എന്നറിയില്ല. പക്ഷേ മോചനം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കിടക്കുന്ന ഒരു ജയിൽ പുള്ളിയെ പോലെ കഴിയുന്നു ജ്ഞാനിപാദങ്ങളിൽ ഭക്തിയുള്ളവർ. എന്ന് പറഞ്ഞാൽ ഈ ശരീരം എന്നാണൊന്ന് നീങ്ങിക്കിട്ടുക, ഇതൊരു ഭാരമാണ് എന്ന് തോന്നിത്തുടങ്ങും. ദേഹം ഭാരമാവുന്നത് എപ്പോഴാ? വാർദ്ധക്യത്തിലാണ്. നമ്മൾ പറഞ്ഞ അതുപോലെ കേൾക്കുന്നില്ല. കാലപ്പുറത്തെടുത്ത് വെക്കണം എന്ന് വിചാരിക്കുമ്പോൾ അതുവരെ പോകുന്നില്ല, ബാലൻസ് പോകുന്നു, വലതുവശത്തേക്ക് മറിയുന്നു അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് മറിയുന്നു. അപ്പോഴാണ് നമുക്ക് ബോഡി ഒരു ഡെഡ് വെയിറ്റ് ആയിട്ട് തോന്നുന്നത്. ഇതങ്ങനെയല്ല. നല്ല ആരോഗ്യമുള്ളപ്പോൾ തന്നെ തനിക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല. ഇതിന്റെ ആവശ്യമൊക്കെ കഴിഞ്ഞിരിക്കുന്നു എന്ന് വെച്ച് ഊരിക്കളഞ്ഞിട്ട് പോകാനും പറ്റില്ല. കാരണം ആ പ്രാരബ്ധം അനുഭവിച്ച് തീർത്താലേ പോകാൻ പറ്റും. അങ്ങനെ മോചനവും കാത്തു കിടക്കുന്ന ഒരു ജയിൽ പുള്ളിയെ പോലെ ശരീരത്തിനകത്ത് താൻ ബന്ധനസ്ഥനായിരിക്കുന്നു എന്നൊരു തോന്നൽ ആർക്കും വരുന്നില്ല. എല്ലാവരും ഞാനിതാണ് എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്നൊരു മോചനം, ഇതൊരു ബന്ധമാണ് എന്ന് ജ്ഞാനിയുടെ പാദങ്ങളിൽ ഭക്തിയുള്ളവർ മാത്രം അങ്ങനെ കാണുന്നു. കാവലാട് കൈത്തളൈ പോൽ കാൺ. കൈത്തളை എന്ന് പറഞ്ഞാൽ കൈവിലങ്ങ്. രണ്ട് കൈകളിലും വിലങ്ങ് വെക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ദേഹം കൊണ്ട് തൻ്റെ അഖണ്ഡമായ സ്വരൂപം പരിമിതമാക്കപ്പെടുന്നു. ഈ കൂടിൽ നിന്ന് പുറത്തു കടക്കണം, ഇത് വേണ്ട, ഇത് എത്രയും പെട്ടെന്ന് താഴെ വീഴട്ടെ, ആ സുദിനവും കാത്തു കഴിയുന്നു ജ്ഞാനികളിൽ ഭക്തിയും ശ്രദ്ധയും ഒക്കെ ഉള്ള ജനങ്ങൾ. ജ്ഞാനിയാവണമെന്നില്ല. ഈ ജ്ഞാനികളിൽ ഒരു താല്പര്യവും അവരോട് ആദരവും ഒക്കെ തോന്നി തുടങ്ങിയാൽ തന്നെ ഈ ശരീരം ബന്ധമാണ് എന്നുള്ള കാര്യം മനസ്സിലാവും. അവർ മോചനവും കാത്ത് കഴിയും. ഈ ശരീരം എന്നാ ഒന്ന് പൊഴിഞ്ഞു പോവുക, ഇത് വേണ്ട. തൻ്റെ സ്വതന്ത്രമായ നിലയ്ക്ക് ഈ ശരീരം ഒരു കളങ്കമാണ്. ജഡവുമായി ബന്ധം യഥാർത്ഥത്തിൽ ഇല്ലല്ലോ, മായ കൊണ്ട് ഉണ്ടായതാണല്ലോ. എന്നാൽ പോലും ഇതിനകത്ത് താൻ പെട്ടുകിടക്കുന്നത് പോലെ ഒരു അസ്വാതന്ത്ര്യം, ഒരു പാരതന്ത്ര്യം ഈ ജ്ഞാനികളോടുകൂടെ ചേർന്ന് കഴിയുന്ന ലൗകികന്മാർക്ക് പോലും തോന്നിത്തുടങ്ങും. കാവലാട് കൈത്തളൈ പോർ കാൺ. അപ്പോൾ ജ്ഞാനിയുടെ പാദങ്ങളിൽ ഭക്തിയുള്ളവരായിരിക്കണം. അവരുടെ വാക്കുകൾ ആദരവോടുകൂടെ ശ്രവിക്കുന്നവരാവണം ഈ ലൗകികർ. ശരീരം മായാകാര്യമാണെന്നറിയാതെ സത്യമായി എണ്ണുകയാൽ, എണ്ണുക എന്ന് പറഞ്ഞാൽ വിചാരിക്കുക എന്നർത്ഥം. സത്യമാണെന്ന് വിചാരിക്കുന്നത് കൊണ്ട് അതിനെ വളർത്തി രക്ഷിക്കാനായിട്ടാണ് പ്രാപഞ്ചികർ ഭോഗാനുഭവങ്ങളിൽ ആശ കൊള്ളുന്നത്. ഇത്തരത്തിലൂടെ അവരുടെ ഭോഗാശ മേൽക്കുമേൽ ജന്മങ്ങളുണ്ടാക്കി സപ്ത നരകങ്ങളിലും അവരെ പ്രവേശിപ്പിക്കാൻ ഹേതുവാകുന്നു. 7 നരകങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ നരകങ്ങളിൽ പതിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുന്നു. നരകം എന്ന് പറയുന്നത് ഒന്നുമല്ല, പലതരത്തിലുള്ള ജീവശരീരങ്ങൾ, പുഴുവും പാറ്റയും എട്ടുകാലിയും ഒക്കെ ആയി ജനിച്ചാൽ അത്ര സുഖമുള്ള കാര്യമാണ്. എപ്പോഴാണ് ആരെങ്കിലും അടിച്ചു കൊല്ലുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തന്നെക്കാളും വലിയ ജീവികളുടെ ഭക്ഷണമായി തീരാം ഏത് സമയവും. ഒരു പുഴു മണ്ണിലൂടെ എഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു കോഴി വന്ന് അതിനെ കൊത്തിയെടുക്കുന്നത്. തീർന്നു അതിൻ്റെ ആയുസ്, ക്ഷണനേരം കൊണ്ട് കഴിഞ്ഞു. അപ്പൊ അതിൻ്റെയൊക്കെ ജീവൻ എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? അതൊക്കെ തന്നെയാണ് നരകം എന്ന് പറയുന്നത്. അല്ലാതെ അങ്ങനെ ഏതെങ്കിലും ലോകം എവിടെയെങ്കിലും ഉണ്ട്, അവിടെ മനുഷ്യരെ പീഡിപ്പിക്കും എന്നൊന്നും വിചാരിക്കണ്ട. ജ്ഞാനികളാകട്ടെ അവരുടെ ആശയും അഹന്തയും നശിച്ചിരിക്കയാൽ ആ വക ഭോഗങ്ങളെ തന്നെ അണുരൂപമായി ദൈവാനുഗ്രഹ ഫലമായി ലഭിക്കുകയാണെന്നറിഞ്ഞ് ഭുജിക്കുന്നതിനാൽ, ഇതാണ് ജ്ഞാനി ഒന്നിൽ നിന്നും വിട്ടു നിൽക്കുന്നില്ല. പലരുടെയും വിചാരം എന്തെന്നറിയാമോ? ജ്ഞാനി ആയി കഴിഞ്ഞാൽ ഈ സുഖമൊക്കെ ഹറാമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നല്ല ആഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല ജ്ഞാനി. ആര് പറഞ്ഞു? ഏത് ശാസ്ത്രത്തിലാണ് അങ്ങനെ പറയുന്നത്? രുചികരങ്ങളായ ആഹാരങ്ങൾ ജ്ഞാനി കഴിക്കാൻ പാടില്ല. അതല്ല പറയുന്നത്. യാതൊരു രുചിയുമില്ലാത്ത, ഉപ്പോ എരിവോ പുളിയോ ഒന്നും ചേർക്കാത്ത ആഹാരത്തെ പോലും അമൃത തുല്യമായി കഴിച്ചോളണം എന്നാണ് പറയുന്നത്. ആ ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക്
രുചികരമായ ആഹാരം കിട്ടിയാൽ അയാൾ എന്തിനതിനെ വേണ്ടെന്ന് വെക്കണം? ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്. സുഖം, ഞാൻ നല്ല വസ്ത്രങ്ങൾ ഉടുക്കരുത്, കുളിക്കരുത്, ഷേവ് ചെയ്യരുത്. ആര് പറഞ്ഞു? ബാലകൃഷ്ണൻ നായർ സാറ് ഒന്നരാടം ഷേവ് ചെയ്യുന്ന ഒരാളായിരുന്നു. സാറിന് താടി വളർന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആൾക്കാരുടെ വിചാരം എന്തെന്നോ, ഒന്നരാടം ഷേവ് ചെയ്യുന്ന ആൾക്ക് ശരീരത്തിൽ അല്പം അഭിമാനമുണ്ട്, ചെറുപ്പക്കാരാണല്ലോ കൂടെ കൂടെ ഷേവ് ചെയ്ത്. തെറ്റിദ്ധാരണയാണ്. ജ്ഞാനിക്ക് അതിർവരമ്പുകൾ നിശ്ചയിക്കരുത്. അയാൾ ഇന്നതേ ചെയ്യാവൂ, ഇന്നതേ ചെയ്യാൻ പാടില്ല, ഇതൊന്നും പറയാൻ നമുക്കല്ല, വേദങ്ങൾക്ക് പോലും അധികാരമില്ല എന്നാണ്. വേദങ്ങൾക്ക് പോലും ജ്ഞാനിക്ക് ചുറ്റും വേലി കെട്ടാനുള്ള അവകാശമില്ല. വേദങ്ങൾ ഈശ്വരവാണിയാണ്. വേദങ്ങൾ പറയുന്നത് ഇയാൾ ഞങ്ങളുടെ അധീനതയിൽ പെടുന്ന ഒരാളല്ല എന്ന്. ഞങ്ങൾ ഈ ലൗകികന്മാരെ അഹങ്കാരത്തോടു കൂടി ദേഹാഭിമാനത്തോടു കൂടി കഴിയുന്ന ആളുകളെയാണ് ഞങ്ങൾ വിധി നിഷേധങ്ങൾ കൊണ്ട് തളയ്ക്കുന്നത്. ജ്ഞാനികളെ പിടിച്ചു കെട്ടാൻ ഞങ്ങൾക്കാവില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണോ നമ്മൾ പിടിച്ചു കെട്ടാൻ നോക്കുന്നത്? അയാൾ ഇന്നതേ ചെയ്യാവൂ, ഇന്നത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ. അപ്പൊ ദൈവാനുഗ്രഹ ഫലമായി ഭോഗങ്ങൾ ഉണ്ടാകുന്നു, അതുകൊണ്ട് അവർ അതിനെ ഭുജിക്കുന്നു. ഭഗവത് കടാക്ഷം. മാരകമായ രോഗമോ മറ്റു ദുഃഖമോ വേദനയോ ഒക്കെ വന്നാലും അതും ഭഗവത് അനുഗ്രഹം. അതാണ് പാകത. രണ്ടിനെയും സമമായി കാണുന്നു. രമണ മഹർഷി തന്റെ ശരീരത്തിൽ വന്ന ക്യാൻസറിനെ വിളിച്ചത് ശിവലിംഗം. സാർക്കോമ, ട്യൂമർ പോലെ, മുഴ പോലെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടും. അപ്പൊ അതൊന്ന് സർജറി, ഓപ്പറേഷൻ ചെയ്ത് നീക്കിക്കൂടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പാടില്ല, ശിവലിംഗമാണ്, ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ് മുതുകില്, ശിവലിംഗമാണ്, ശിവലിംഗത്തിന് ആരെങ്കിലും മാറ്റുമോ? വളരെ നല്ലതല്ലേ, അതവിടെ ഇരുന്നോട്ടെ എന്നാണ്. അല്ല, നമുക്കത് ഓപ്പറേറ്റ് ചെയ്ത് നീക്കിയ വേറൊരു സ്ഥലത്ത് ശിവലിംഗം പ്രത്യക്ഷപ്പെടുന്നു. ഈ ക്യാൻസർ ഉണ്ടോ മനുഷ്യനെ വിടുന്നു. അപ്പൊ ഇതില് അദ്ദേഹം സർജറിക്ക് സമ്മതിച്ചോ ഇല്ലയോ അതല്ല, ശരീരത്തിൽ വരുന്ന അത്യന്തം വേദനാജനകമായ ഒരു മുഴയെ ശിവലിംഗമായി കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനം. എനിക്കിങ്ങനെ വന്നുപോയല്ലോ, ദുർമഹാരോഗമായി പോയി, ഞാൻ എന്ത് പാപമാണ് ചെയ്തത്, ഇങ്ങനെ വിലപിക്കുകയില്ല. അതിലും ഒരു ഈശ്വരീയത, അതിനെയും ഭഗവാന്റെ ഒരു അനുഗ്രഹമായി കണക്കാക്കുന്നു. അതാണ് മനസ്സിന്റെ പാകത എന്ന് പറയുന്നത്. ദൈവാനുഗ്രഹ ഫലമായി ലഭിക്കുകയാണെന്ന് അറിഞ്ഞു ഭുജിക്കുന്നതിനാൽ അവരെ പരിരക്ഷിക്കുന്നതിനുള്ള കാവൽ ഭടന്മാരുടെയും അവർക്ക് അലങ്കാരമായി ഭവിക്കുന്ന കൈവളകളുടെയും നിലയിലാണ് അവരെ ബന്ധിക്കുന്നത്. അതും ഒരു തരത്തിൽ ഈ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് തന്നെ അവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ ദ്വൈതത്തിന്റെ തലം പോലും വേണ്ട, താൻ തൻ്റെ സ്വരൂപത്തിൽ നിരന്തരമായി നിൽക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അലങ്കാരമായി ഭവിക്കുന്ന കൈവളകൾ എന്നല്ല അതിൻ്റെ ആ അർത്ഥം ഇവിടെ ശരിയല്ല. കൈത്തളൈ എന്ന് പറഞ്ഞാൽ അവിടെ കൈ വിലങ്ങെന്നാണ്. ജ്ഞാനിക്ക് ഈ ശരീരം ഒരു കെട്ട് പോലെയാണ്, ബന്ധം പോലെയാണ്. അദ്ദേഹത്തിൻ്റെ സ്വരൂപത്തിന് ഒട്ടും ചേരാത്തതാണ് ഈ ശരീരത്തെ വെച്ചുകൊണ്ടുള്ള ജീവിതം. അഹങ്കാരത്തെ നശിപ്പിച്ച് ദേഹബോധം ഇല്ലാതെയായി വരുന്നതെല്ലാം ഭഗവത് അനുഗ്രഹമായി കണ്ട് ജീവിക്കുന്നവരാണ് ജ്ഞാനികൾ. അടുത്ത പദ്യം വായിക്കാം. സുഖിക്കില്ല ഈ ദുഃഖം, ചുടുകാട് സ്വർഗം. ചില പദ്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്, ലളിതമാണ്, വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. സുഖിക്കില്ല ഈ ദുഃഖം, ചുടുകാട് സ്വർഗം, അഹത്തുക്കും സ്വർഗ നരകായിന്താർ, സുഖിപ്പതുവും അത്തുവിധാനന്തർക്ക് ആഹാരമറ്റത്, പത്തി ചെയ്വാർ കേർക്കും പയൻ. സുഖിക്കില്ല ഈ ദുഃഖം. സുഖി എന്ന് പറഞ്ഞാൽ സുഖം അനുഭവിക്കുന്നവൻ. ആരാ? ജ്ഞാനി. അദ്ദേഹം മാത്രമേ യഥാർത്ഥ സുഖം, ആനന്ദം അനുഭവിക്കുന്നുള്ളൂ. അങ്ങനെ ആനന്ദം അനുഭവിക്കുന്ന ജ്ഞാനികൾക്ക് ദുഃഖമില്ല. ദുഃഖത്തിന്റെ കണിക പോലും അവർ അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് ചുടുകാട് സ്വർഗം, ശാന്തി കവാടം സ്വർഗം, ശ്മശാനമാണ് അവർക്ക് സ്വർഗതുല്യമായിരിക്കുന്നത്. കാരണം ആൾക്കാരുടെ ശല്യമില്ല, നിശബ്ദമാണ്. നിങ്ങൾ ആരെങ്കിലും വിളിച്ചു നോക്കും, നമുക്ക് അപ്പുറത്ത് ആ ചുടുകാട്ടിൽ ചെന്ന് കുറച്ചു നേരം ഇരിക്കാം, ശാന്തമായിട്ടിരിക്കാം, സ്വസ്ഥമായി. അയ്യോ വേണ്ട, ആരും വരില്ല, നമുക്ക് ഏതെങ്കിലും പാർക്കിൽ ചെന്നിരിക്കാം എന്നൊക്കെയാണ് പറയുക, അല്ലെങ്കിൽ കടൽ തീരത്ത് ചെന്നിരിക്കാം. ചുടുകാട് എന്ന് പറഞ്ഞാൽ രുദ്രഭൂമി എന്നാണ് ഇതിനെ പറയുന്നത്. രുദ്രനെ നിങ്ങൾക്ക് കാണണോ? ശിവക്ഷേത്രത്തിൽ കിട്ടില്ല, ചുടുകാട്ടിച്ച്. അവിടെയാണ് അദ്ദേഹം താണ്ഡവ നൃത്തം, ഭൂതപ്രേതങ്ങളോടൊപ്പം താണ്ഡവ നൃത്തം ചെയ്യുന്നത്. എന്താണ് ഈ ചുടുകാട്ടിന്റെ പ്രത്യേകത? എല്ലാം കത്തി അമരുന്ന സ്ഥലമാണ്, കത്തിത്തീരുന്നതാണ്.
എന്താ കത്തിത്തീരുന്നത്? വാസനകൾ. എല്ലാ വാസനകളും ഈ ജ്ഞാനാഗ്നിയിൽ ചുട്ട് ചാമ്പലാക്കപ്പെടുന്ന സ്ഥലമാണ് ചുടുകാട്. ജ്ഞാനിയുടെ ഹൃദയമാണ് ചുടുകാട്. അവിടെ ഒന്നുമില്ല, എല്ലാം ചാമ്പലായി. അങ്ങനെ ചാമ്പലായി ചുടുകാട് പോലെ ഹൃദയം ആയിത്തീർന്നാൽ അവിടെ രുദ്രനെത്തും നൃത്തം ചെയ്യാൻ. നമ്മൾ ഇതൊക്കെ വളരെ മോശപ്പെട്ട ഒന്നായിട്ട് എല്ലും തലയോട്ടിയും ഒക്കെ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന, ചാമ്പലും ചിതാഭസ്മവും ഒക്കെ ഇങ്ങനെ കിടക്കുന്ന, എന്തോ കൊള്ളരുതാത്ത അഭികാമ്യമല്ലാത്ത ഒന്നായിട്ടാണ് പലർക്കും. വാസ്തവത്തില് ചുടുകാട്ടിൽ ഭയപ്പെടാനൊന്നുമില്ല. ഈ നാട്ടാരെയാണ് ഭയപ്പെടേണ്ടത്. ഈ ആളുകളുണ്ടല്ലോ, ഇവനാണ് കമത്ത് പാർട്ടി. അല്ലാതെ അവിടെയുള്ള നിങ്ങൾക്ക് ഏറ്റവും സുഖത്തോടുകൂടി ഒരാശങ്കയും ഇല്ലാതെ ഒരു ശവത്തോടൊപ്പം കിടക്കാം. പക്ഷെ ജീവനുള്ള ഒരു മനുഷ്യന്റെ ഒപ്പം അങ്ങനെ കിടക്കാൻ പറ്റില്ല. പക്ഷെ ശവത്തിന്റെ അടുത്ത് കിടക്കാൻ ആൾക്കാർക്ക് പേടിയാണ്. അത് ശവമാണ്, ഒന്നും ചെയ്യില്ല. പക്ഷെ ഇതിന്റെ ഉടമസ്ഥനെങ്ങാനും അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടോ, അവൻ വല്ലതും രാത്രി വന്ന് കോങ്ങാക്കി പിടിച്ചാലോ, ഇതൊക്കെയാണ് ഭയം. ഒന്നുമില്ല, ജീവിച്ചിരിക്കുന്നവനാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ശവത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നല്ലതിനുമില്ല, മോശമായതിനുമില്ല. നിർഗുണം, ജഡം. സുഖിക്കില്ലേ ദുഃഖം ചുടുകാട് സ്വർഗം അകത്തുക്കും സ്വർഗ നരകായിന്താർ. അകത്തുക്കും എന്ന് പറഞ്ഞാൽ ഉള്ളിലും. ഈ ജ്ഞാനികൾ ഉള്ളിൽ സ്വർഗ നരകങ്ങളെ വിവേചിച്ചറിഞ്ഞവരാണ്. നമ്മുടെ ഈ മരിച്ചതിന് ശേഷം ചെന്നെത്തുന്ന സ്ഥലമാണ് സ്വർഗവും നരകവും. പുണ്യശാലികൾ സ്വർഗത്തിലും പാപികൾ നരകത്തിലും ചെന്നെത്തും എന്നുള്ളതാണ് നമ്മുടെ പ്രമാണം. ശരിക്കുള്ള സ്വർഗം, ശരിക്കുള്ള നരകം എന്താണെന്ന് ഉള്ളിൽ വിവേചിച്ചറിഞ്ഞവരാണ് ജ്ഞാനികൾ. ഭഗവാനുമായി ചേർന്ന് നിൽക്കുന്ന, ഭഗവത് സ്മരണയിൽ കഴിയുന്ന നിമിഷങ്ങൾ നാം സ്വർഗത്തിലാണ്. ലൗകിക കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, സംസാരിച്ചുകൊണ്ട്, ഈ ജഡപദാർത്ഥങ്ങളുടെ ഗുണദോഷങ്ങളെ ചിന്തിച്ചുകൊണ്ട്, ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ട് കഴിഞ്ഞാൽ അത് നരകം. അപ്പൊ സ്വർഗം വേണം എന്നുള്ളവൻ ഈശ്വര സ്മരണ വിടാതെ ഇരിക്കണം. അതേ ഉള്ളൂ മാർഗം. അകത്തുക്കും സ്വർഗ നരക് ആയിന്താർ. ആയിക എന്ന് പറഞ്ഞാൽ വിവേചിച്ചറിയുക, ഗവേഷണം ചെയ്യുക. എന്താണ് സ്വർഗം, എന്താണ് നരകം? സ്വർഗം സുഖത്തിന്റെ കേന്ദ്രമാണ്, നരകം ദുഃഖത്തിന്റെ കേന്ദ്രമാണ്. മനുഷ്യ മനസ്സ് ദുഃഖിക്കുന്നത് വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. ഭഗവാനെയും ബ്രഹ്മത്തെയും എല്ലാം ഒന്ന് തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ മനസ്സ് ദുഃഖങ്ങളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും വിമുക്തമാകുന്നു. ആയിന്താർ സുഖിപ്പതും അദ്വൈതാനന്ദർക്ക് ആകാരമറ്റത്. അദ്വൈതാനന്ദം എന്ന് പറഞ്ഞാൽ അദ്വൈതാനന്ദം, അദ്വൈത സത്യം സാക്ഷാത്കരിച്ചതുകൊണ്ട് ഉള്ളിലുണ്ടാകുന്ന ആനന്ദം അനുഭവിക്കുന്നവർക്ക് സുഖിപ്പതും ആകാരമറ്റത്. ആകാരം, ആകൃതി, രൂപം എന്ന് പറഞ്ഞാൽ ശരീരം. ശരീരം വ്യതിരിക്തമായത് അതിനെയാണ് അവർ അനുഭവിക്കുന്നത് എപ്പോഴും. അതുകൊണ്ടാണ് അവർ നിരന്തരമായ ആനന്ദത്തിൽ മഗ്നരാകുന്നത്. ദേഹത്തെക്കുറിച്ച്, ദേഹം ജഡമാണ്, അത്യന്തം മലിനമാണ്. നല്ലതൊന്നും ഈ ശരീരത്തിൽ നിന്ന് എടുക്കാനില്ല. കൊള്ളാവുന്ന ഒരൈറ്റം പോലെ ഈ ശരീരത്തിലില്ല. ഈ എല്ലിന്റെ ഉള്ളിലെ മജ്ജ, മാംസം, തോൽ, രക്തം, നഖം, മുടി, എന്തെങ്കിലും ഒന്ന് നല്ലതുണ്ടോ? ഇതെല്ലാം കൂടെ ചേർന്ന് നിന്നാൽ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇതേതെങ്കിലും നമ്മുടെ ആഹാര സാധനങ്ങളിൽ വന്ന് വീണാലോ, ഒരു മുടി അല്ലെങ്കിൽ നഖത്തിന്റെ ഒരു കഷണം കഴിക്കുമോ? ഇല്ലെങ്കിൽ 4 തുള്ളി രക്തം ചോറിലെ, ഇല്ലെങ്കിൽ ഒരു മാംസ കഷണം, അത് അടിച്ചു കയറ്റുന്നവരുണ്ട്. അവരുടെ കാര്യം ഞാൻ പറയുന്നില്ല, സാധാരണക്കാരുടെ കാര്യമാണ്. ഇതൊക്കെ മനസ്സിന് ഒരു വെറുപ്പുണ്ടാക്കുന്നതാണ്, ആ ആഹാരത്തെ മലിനമാക്കുന്നതാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് പൊതിഞ്ഞ് ഒരു രൂപം ഉണ്ടാക്കിയ അതെങ്ങനെ സുന്ദരമായിരിക്കും? അതെങ്ങനെ, അതിലെന്ത് ആകർഷണീയതയാണ് ഉണ്ടാവുക? പക്ഷേ ഈ രൂപത്തിലാണ് മനുഷ്യൻ മയങ്ങിപ്പോകുന്നത്. ശരീരം വ്യതിരിക്തമായത് അതാണ് ആകാരമറ്റത്. അവിടെ ആഹാരം എന്നല്ല, ആകാരം, സംസ്കൃതം ആകൃതി. ആകൃതിയില്ലാത്ത ആത്മസുഖം അനുഭവിക്കുന്നവർക്ക് പത്തി ചെയ്വാർക്ക് ഏർക്കും ബലൻ. ഈ ജ്ഞാനികൾക്ക് സുഖദുഃഖങ്ങൾ കൊണ്ട് ബാധയുണ്ടാവുന്നില്ല. കാരണം അവർ അദ്വൈതാനന്ദം അനുഭവിക്കുന്നവരാണ്. അത് നിരന്തരമായതാണ്, എപ്പോഴും ഉള്ളിൽ വിട്ടുപോകാതെ നിൽക്കുന്നതാണ്. എന്നാൽ പത്തി ശൈവാർക്ക് ഏർക്കും പയൻ. പയൻ എന്ന് പറഞ്ഞാൽ കർമ്മഫലം.
ജ്ഞാനികളോട് ഭക്തിയുള്ളവർക്ക്, ഭക്തന്മാർക്ക് കർമ്മഫലം ഉണ്ട്. ജ്ഞാനിക്കില്ല. ജ്ഞാനിയോട് ആദരവും ഭക്തിയും വിശ്വാസവും ഒക്കെ പ്രകടിപ്പിക്കുന്നവർക്ക് കർമ്മഫലങ്ങൾ അനുഭവിച്ചേ പറ്റൂ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. രക്ഷപ്പെടണമെങ്കിൽ ജ്ഞാനിയുടെ അതേ തലത്തിൽ എത്തിച്ചേരണം. ജ്ഞാനിയോട് ഭക്തി ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ജ്ഞാനിയുമായുള്ള സമ്പർക്കം കൊണ്ട് തന്നെ അവർ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകും എന്ന് കരുതാൻ പറ്റില്ല. ജ്ഞാനിയായി മാറണം. ജ്ഞാനിയോട് ഭക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ പ്രണമിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുന്നു, നല്ലത് തന്നെ. പക്ഷേ കർമ്മഫലങ്ങൾ എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങൾ ഈ ജീവനെ ബാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ജ്ഞാനം നേടുക മാത്രമാണ് പോംവഴി. അഭേദാനന്ദം തന്നെ നിജസ്വരൂപമായി തീർന്നിട്ടുള്ള ജ്ഞാനികൾക്ക്, അഭേദാനന്ദം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ അഭേദാനന്ദ ആശ്രമം ഉണ്ടല്ലോ. ഭേദങ്ങൾ ഇല്ലാത്തത് കൊണ്ട്, ഭേദങ്ങൾ അസ്തമിച്ചത് കൊണ്ടുണ്ടാകുന്ന ആത്മാനന്ദം. ചെറിയ ഒരു ഭേദമെങ്കിലും ഉണ്ടെങ്കിൽ ദുഃഖം കടന്നു വരും. പൂർണ്ണമായ ഭേദജ്ഞാനം ഇല്ലാതെയാവും. അല്പം പോലും ഭേദബുദ്ധി ഉണ്ടാവരുത്. അഭേദാനന്ദം തന്നെ നിജസ്വരൂപമായി തീർന്നിട്ടുള്ള ജ്ഞാനികൾക്ക് ദ്വന്ദ്വങ്ങളായ ദുഃഖസുഖങ്ങൾ യാതൊന്നും ഉണ്ടാകയില്ലല്ലോ. അശുദ്ധവും ഭയജനകവുമായ ശ്മശാനം അവർ സുഖപ്രദമായി സ്വർഗലോക സമാനമായി ഗണിക്കുന്നു. ബാഹ്യത്തിൽ അനുഭവമാകുന്ന സ്വർഗനരകങ്ങൾ പോലെ ഉള്ളിലും സ്വർഗനരകാനന്ദാനുഭവമുള്ളത് ഏതെന്ന് പറയാം. അനന്താനന്ദ സ്വരൂപമായി ധരാതലത്തിൽ മരുവുന്നത് സ്വർഗവും. താൻ ആത്മാവാണ് എന്നുള്ള വിചാരം കൊണ്ട് ഉള്ളിൽ ആനന്ദം നിറഞ്ഞവനായി കഴിയുന്നതാണ് സ്വർഗം. ശരീരം താനെന്ന ഭാവന നടിച്ച് അതിനാൽ ദുഃഖിച്ച് മരുവുന്നത് നരകവും എന്നാണ് ജ്ഞാനികൾ കണക്കാക്കുന്നത്. ദേഹബോധമുണ്ടോ? ദുഃഖം. ആത്മബോധമുണ്ടോ? സുഖം. ഇപ്പറഞ്ഞ രണ്ടുവിധ വിചാരങ്ങളും മാറി തന്മൂലം നിർവികാരനായി സഞ്ചരിച്ച് മഹാജ്ഞാനികൾ അദ്വൈത പരമാനന്ദം അനുഭവിക്കുന്നു. അവരുടെ ആശകൾ നശിച്ചുപോയതിനാൽ ആഗാമി കർമ്മങ്ങളും മാറ്റുപോകുന്നു. ആഗാമി കർമ്മം ഇനി നമ്മൾ അനുഭവിക്കേണ്ട ഫലങ്ങൾ, ഈ ജന്മത്തിൽ നാം ചെയ്തിട്ടുള്ളതും എന്നാൽ ഫലം അനുഭവിക്കാതെ ബാക്കി കിടക്കുന്നതുമായ കർമ്മങ്ങൾ, അതെല്ലാം ജ്ഞാനം നേടുന്നതോടുകൂടി ഇല്ലാതാകുന്നു. പ്രാരബ്ധം ഭുജിക്കുമ്പോൾ ഏർപ്പെടുന്ന പുണ്യപാപങ്ങൾ അങ്കുരമില്ലാതെ പോകുന്നത് എങ്ങനെയെന്നാൽ, ആപക പുണ്യപാപങ്ങൾ അവരെ ചുറ്റി നിന്ന് സേവിക്കുന്ന ഭക്തന്മാർ പങ്കിട്ടെടുക്കയാൽ ഭാവി ജന്മത്തിന് ഇടമില്ലാതെ ഭവിക്കയാലാണ്. ഇതേ കാര്യം ശങ്കരാചാര്യസ്വാമികൾ തത്വബോധം എന്നുള്ള കൃതിയിൽ പറയുന്നുണ്ട്. ജ്ഞാനി ഒരു ദിവസം ഈ ജന്മത്തിൽ എപ്പോഴെങ്കിലും ആയിരിക്കും ജ്ഞാനം നേടുന്നത്. പക്ഷെ ഈ ജന്മം എടുത്തതിന് ശേഷം അദ്ദേഹം ചില പുണ്യവും പാപവും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഫലം ആർക്ക് പോകും? ജ്ഞാനാഗ്നി എല്ലാറ്റിനെയും നശിപ്പിക്കും എന്നുള്ളത് ശരി. പക്ഷെ വേറൊരു വിശദീകരണം ഉള്ളത്, ഈ ജ്ഞാനി ചെയ്യുന്ന പുണ്യമുണ്ടല്ലോ, ജ്ഞാനിയെ ശുശ്രൂഷിക്കുന്നവർക്കും അദ്ദേഹത്തിൻ്റെ പാദസേവ ചെയ്യുന്നവർക്കും ഒക്കെ ആ സുഖം വീതിച്ചു കൊടുക്കപ്പെടും. അങ്ങനെ ജ്ഞാനി ആ പുണ്യഫലത്തിൽ നിന്നും മുക്തനാകും. ഇനി ജ്ഞാനി എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, ജ്ഞാനപ്രാപ്തിക്ക് മുമ്പ്, ഈ ശരീരം എടുത്തതിന് ശേഷം ജ്ഞാനം കിട്ടുന്നതിന് മുമ്പ് എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കാതെ കിടക്കുന്നുണ്ടല്ലോ. ആ പാപം ഈ ജ്ഞാനികളെ നിന്ദിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ചെന്നു ചേരും. എന്തായാലും ജ്ഞാനികളെ നിന്ദിക്കുന്നവരും ഉണ്ടാവും, സ്തുതിക്കുന്നവരും ഉണ്ടാവും. അപ്പൊ അദ്ദേഹം ചെയ്ത പുണ്യപാപങ്ങൾ ഇവരങ്ങ് വീതിച്ചെടുക്കും, അദ്ദേഹം ശുദ്ധനായി നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ പുണ്യസ്വാധീനം നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ജ്ഞാനികളെ ചെന്ന് നമസ്കരിക്കൂ, അവരുടെ കൺവട്ടത്ത് ചെന്ന് നിൽക്കൂ, അവർ പറയുന്നതൊന്നും കേൾക്കണ്ട, അവരുടെ നോട്ടം നിങ്ങളുടെ മേൽ പതിക്കട്ടെ എന്നൊക്കെ പറയുന്നതിൻ്റെ രഹസ്യം ഇതാണ്. ഇനിയുള്ള പദ്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.